വികലമായി ജീവിതം യാ സയ്യിദി വഴിപിഴച്ചോനാണിവൻ ഖുദ് ബിയദി വഴിപിഴച്ചോനാണിവൻ ഖുദ് ബിയദി മഹ്ശറയിൽ അന്ന് ഞാൻ വാലന്നിടും പേടിയാൽ ശഫാഅത്തിനായി ഞാൻ വരും മഹ്ശറയിൽ അന്ന് ഞാൻ വാലഞ്ഞിടും പേടിയാൽ ശഫാഅത്തിനായി ഞാൻ വരും പാപിയെ തടഞ്ഞിടല്ലേ രക്ഷകാ തടയുകിൽ ആരുണ്ടെനിക്ക് നായക തടയുകിൽ ആരുണ്ടെനിക്ക് നായക ദാഹമാൽ വാലഞ്ഞൊരിക്കൽ ഞാൻ വരും സ്നേഹമേ കൗസറൊരിറ്റം തരൂ ദാഹമാൽ വാലഞ്ഞൊരിക്കൽ ഞാൻ വരും സ്നേഹമേ കൗസറൊരിറ്റം തരൂ തുമോയാ സയ്യിദി അന്നെൻകരം തട്ടിയാൽ വിഫലമാണി ജീവിതം തട്ടിയാൽ വിഫലമാണി ജീവിതം വ്യസനമാൽ വീണിച്ചിടും ഞാൻ യാ നബി വ്യഥകളെല്ലാം തീർക്കിയാ ഖൈറൻ നബി വികലമായി ജീവിതം യാ സയ്യിദി വഴിപിഴച്ചോരാണിവൻ ഖുദ് ബിയദി വഴിപിഴച്ചോരാണിവൻ ഖുദ് ബിയദി. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം ഈമാനിൽ മുഖല്ലിദ് ഇതാണല്ലോ. തെളിവ് ഇല്ലാതെ ഒരു പൊതുവിലുള്ളതായ ചെറിയ രീതിയിലുള്ള തെളിവുകൾ പോലും ഇല്ലാതെ ഒരാൾ അള്ളാഹുവിനെ സംബന്ധിച്ചും പ്രവാചകന്മാരെ സംബന്ധിച്ചും വിശ്വസിച്ചാൽ അവൻ്റെ വിശ്വാസം ശരിയാകുമോ ഇല്ലയോ, അല്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകുമോ ഇല്ലയോ, എങ്ങനെ ആയിരിക്കണം ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം കെട്ടിപ്പടുക്കേണ്ടത്? ഊഹാപോഹങ്ങളുടെ മേലാണോ, അല്ലെങ്കിൽ ഏകദേശം ധാരണയുടെ അടിസ്ഥാനത്തിലാണോ, അല്ലെങ്കിൽ ഒരു സൂക്ഷ്മത എന്നുള്ള രൂപത്തിലാണോ? അതെല്ലാം നല്ല കെട്ടുറപ്പുള്ള അടിത്തറയിൽ പാകപ്പെടുത്തിയിട്ടാണോ ഒരു മനുഷ്യൻ്റെ വിശ്വാസം കെട്ടിപ്പടുക്കേണ്ടത്? ഇതാണ് നാം ചർച്ച ചെയ്തുകൊണ്ട് വന്നിരുന്ന വിഷയങ്ങൾ. നമ്മളെന്താ പറഞ്ഞത്? ഒരു വിശ്വാസിയുടെ അവൻ്റെ സർവ്വ പ്രവർത്തനങ്ങളും ഏതിന്മേലാണ് കെട്ടിപ്പടുക്കുന്നത്? സഹോദരന്മാരെ, ഒരു വിശ്വാസിയുടെ സർവ്വ പ്രവർത്തനങ്ങളും ഏതിന്മേൽ കെട്ടിപ്പടുത്തതാണ്? ഒരു മുസ്ലിം ആയിരിക്കുന്ന മനുഷ്യൻ അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിലായിട്ട് അവന് ചെലവഴിക്കാൻ സാധിക്കും അല്ലേ? ഏത് പ്രവർത്തനങ്ങളും, അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ അടിത്തറ എന്താണ്? അടിത്തറ എന്താണ്? വിശ്വാസത്തിന്മേലാണ്. അത് മുസ്ലിം എന്നുള്ളതല്ല, മൊത്തത്തിൽ പറഞ്ഞാൽ എല്ലാ ആളുകളുടെയും ഓരോരുത്തരും ചെയ്യുന്നത് അവനവൻ്റെതോരോ ഒരു വിശ്വാസത്തിന് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അല്ലേ? അങ്ങനെയല്ലേ? ഓരോരുത്തരും ഒരു നിരീശ്വരവാദിയാവട്ടെ, അവനൊരു വിശ്വാസം ഉണ്ടാകും, നിരീശ്വരവാദിക്ക് ഒരു വിശ്വാസം ഉണ്ടാകും, അവൻ ആ വിശ്വാസത്തിന്മേൽ എടുത്തുകൊണ്ടാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ അവന് കെട്ടിപ്പടുക്കുന്നത്. അതുപോലെ തന്നെ വേറെ ഏതും ഇസ്ലാം അല്ലാത്ത മതവിശ്വാസികളാണെങ്കിലും അവരുടേതായിരിക്കുന്ന ഒരു വിശ്വാസം അവർക്കുണ്ടാവും. വിശ്വാസമില്ലാത്തവരാരുമില്ല. വിശ്വാസികൾ നാം പറയുന്നത് ഏതർത്ഥത്തിലാണ്? സത്യവിശ്വാസികൾ എന്നുള്ള അർത്ഥത്തിനാണ് നമ്മൾ പൊതുവിൽ ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം. പക്ഷേ ഒരു മുസൽമാന്റെ വിശ്വാസം, അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല കെട്ടുറപ്പുള്ള, ആരെങ്കിലും ഒന്ന് സംശയിപ്പിച്ചാൽ, ഒന്നിങ്ങനെ ഒരു സന്ദേഹം ഇട്ടുകൊടുത്താൽ ഇളകിപ്പോകുന്ന രീതിയിലുള്ള വിശ്വാസം ആവരുത് ഒരു മുസൽമാന്റെ വിശ്വാസം. അത്തരത്തിലുള്ള ഒരു വിശ്വാസം നേടാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ക്ലാസ്സുകൾ നാം സംഘടിപ്പിക്കുന്നത്. അതാണ് അഖീദയുടെ പ്രധാനം. ജസ്മ്, നമ്മുടെ കിതാബിൽ എന്താ പറഞ്ഞത്? അൽ ജസ്മുൽ മുതാബിഖു ലിൽ വാഖിഅ അല്ലേ? സത്യത്തിനോട് യോജിച്ചതായിരിക്കുന്ന ഒരു ഉറപ്പ് വേണം. ആ ഉറപ്പ് ചില ആളുകൾക്ക് ചിലർ പറയുന്നത് കേട്ടായിരിക്കും ഒരു ഉറപ്പുണ്ടാകുന്നത് അല്ലേ? ചില ആളുകൾ ചിലത് പറയുന്നത് കേട്ടാൽ അത് ഉറപ്പാണ് അവനെ കാര്യത്തിൽ സംശയം. കാരണം എനിക്ക് വിശ്വസിക്കാവുന്ന ഒരാളാണത് പറഞ്ഞിരിക്കുന്നത്.
ഞാൻ വിശ്വസിക്കുന്ന ഒരാളെ എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ കളവ് പറയില്ല, അതിൻ്റെ പേരിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു വ്യക്തിയെ ആശ്രയിച്ചിട്ടായിരിക്കും ഇയാൾക്ക് ആ ഉറപ്പ് വരുന്നത്. അതായത് നമ്മുടെ മൊത്തത്തിൽ നമ്മൾ വിശ്വാസത്തിന് ഉറപ്പ് വേണമെന്നുള്ള യാതൊരു സംശയമില്ല. ഉറപ്പില്ലാത്തവൻ്റെ കാര്യം പറയാനില്ല, ഉറപ്പില്ലാത്തവൻ്റെ കാര്യം പറയാനേ എടുക്കാനില്ല. ജസ്മ് വേണം. നമ്മുടെ വിശ്വാസങ്ങളൊക്കെ ജസ്മില്ലെങ്കിൽ നാം ജസ്മിലേക്ക് എത്തണം. ഒരാളൊന്ന് ചോദിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ, അർശിന് മുകളിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയല്ലേ എന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? അതാ എനിക്കറിയില്ല, അതിനെപ്പറ്റി എനിക്ക് പഠിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ എനിക്ക് ഉറപ്പില്ല, അങ്ങനെ ആണേക്കും അല്ലേക്കും എനിക്കറിയില്ല, ഉറപ്പില്ല എന്ന് പറഞ്ഞാൽ അവന് വിശ്വാസം ഉറച്ചതായോ? സഹോദരന്മാരെ, ജസ്മ് അവന് വരുന്നുണ്ടോ? ഉറപ്പ് വരുന്നുണ്ടോ? ഇല്ല, ഉറപ്പ് വന്നിട്ടില്ല. ഉറപ്പ് വേണം. അല്ലാഹു തആല അർശിന് മേൽ കുത്തിരിക്കാണ് എന്ന് അവന് പറഞ്ഞാൽ ഇല്ല, ഒരിക്കലുമില്ല. അല്ലാഹു തആല അങ്ങനെ അർശിന് മേൽ ഇരിക്കുന്നില്ല. അർശിന് മേൽ ഇരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിമാൻ വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ അർശിന് മേൽ ഇസ്തിവ ആയിട്ടുണ്ടോ? ഇസ്തിവ ആയിട്ടുണ്ട്, അതെന്താ നമുക്കറിയില്ല. അപ്പോൾ ഖുർആനിലെ അർ-റഹ്മാൻ അൽ അർശ് ഇസ്തവ, റഹ്മാനായ അല്ലാഹു അർശിന് മേൽ ഇസ്തിവ ചെയ്തു. എന്താണ്? അതൊരു ഫീലാണ്, ഒരു പ്രവർത്തനമാണ്. അതൊരു പ്രവർത്തനമാണ്. പ്രവർത്തനം അല്ലാഹു തആല അവന്റെ ദാത്തിൽ പ്രവർത്തിക്കൂല. അല്ലാഹു തആല അവന്റെ ദാത്തിലല്ല. അവന്റെ ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ അശ്ശരി ഇമാം പറഞ്ഞതാ ഫഅല ഫിഅലൻ ഫി അർശിഹി. ഇസ്തിവാനെ കുറിച്ച് പറഞ്ഞതെന്താ? അലിബാനിൽ ഫഅല ഫിഅലൻ ഫി അർശിഹി. അല്ലാഹു തആല ഒരു പ്രവർത്തനം അവന്റെ അർശിലൊരു പ്രവർത്തനം പ്രവർത്തിച്ചു എന്നുള്ള, അവന്റെ ദാത്തിലല്ല, അവന്റെ സത്തയുടെ പ്രവർത്തനമല്ല. സത്തയിൽ പ്രവർത്തിക്കുമ്പോഴാണ് നിൽക്കുമ്പോൾ ഇരിക്കുക, നടക്കുക എന്നുള്ളതൊക്കെ. അങ്ങനെ ഒരു പ്രവർത്തനത്തെ ആണെന്ന് ആരും വിചാരിക്കരുത്. ഇരിക്കുക എന്നുള്ളത് സഹോദരന്മാരെ, ഇരിക്കുക എന്നുള്ളത് ഒരു ദാത്തിന്റെ പ്രവർത്തനമോ അല്ലെങ്കിൽ നമ്മുടെ ദാത്തിന്റെ പുറത്തുള്ള ഒരു സത്തയുടെ പുറത്തുള്ള ഒരു പ്രവർത്തനമോ? എന്താണിത്? നിങ്ങൾ ബുദ്ധി പറയും. നമുക്ക് ഒരു അത്യാവശ്യം ഒരു സാമാന്യമായ ബുദ്ധി ഉണ്ടെങ്കിൽ തന്നെ ഇത്തരം നിരർത്ഥകവാദങ്ങളൊക്കെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും. അതിന് തയ്യാറാക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മുടെ ഉദ്ദേശം. ഒരാൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇരിക്കുക എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഉദാഹരണം പറയുന്നു. ഒരാൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ സ്വന്തം ശരീരത്തിന്റെ പ്രവർത്തനമാണോ അല്ലെങ്കിൽ ശരീരത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനമാണോ? എന്താണ്? ശരീരത്തിന്റെ പ്രവർത്തനം അല്ലേ? ഇരിക്കുക എന്നുള്ളത് ശരീരത്തിന്റെ പ്രവർത്തനമല്ലേ? ശരീരത്തിന്റെ പ്രവർത്തന. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്ശരി ഇമാം എന്താ പറഞ്ഞത് ഇസ്തിവാനെ കുറിച്ചുകൊണ്ട്? ഫഅല ഫിഅലൻ ഫി അർശിഹി. അല്ലാഹു തആല അവന്റെ അർശിൽ ഒരു പ്രവർത്തനം പ്രവർത്തിച്ചു എന്നുള്ളതാ. അല്ലാഹു തആല ലോകത്തെ സൃഷ്ടിച്ചു, അത് അവന്റെ ഒരു പ്രവർത്തനമാണ്. അവന്റെ സത്തയുടെ, അവന്റെ ശരീരത്തിന്റെ, അവന്റെ ദാത്ത് സത്തയുടെ ഒരു പ്രവർത്തനമല്ലത്. അപ്പൊ അതുണ്ട്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, അല്ലാഹു തആല അർശിൽ കുത്തിയിരിക്കുകയാണ്, മലക്കൾ അവനെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്, അർശ് മലക്കൾ ചുമന്നുകൊണ്ടിരിക്കുന്നു, അർശിന് മുകളിൽ അല്ലാഹു തആല ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ എന്താ അതിനെപ്പറ്റി നിങ്ങൾ എന്താ വിശ്വാസം വെച്ചാൽ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു ജാഹിലായി, അല്ലെങ്കിൽ എനിക്ക് ഉറപ്പില്ല. ചിലപ്പോൾ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്, ആവാതിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ആവുമ്പോൾ എന്തായി? ലന്നായി. പക്ഷേ വേറെ മറുപടി എന്താ വേറെ കൊടുക്കുന്നത്? ഒരു 75% അത് ഇരിക്കൂല എന്നുള്ളതാണ്. എന്നാലും പക്ഷേ മറ്റവരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. മറ്റേ മൗലവിമാരും മൗലവിമാരും അസാലിഫുകളും ഇസ്സാലിഫുകളൊക്കെ അങ്ങനെ ഈ അർശിമ കുത്തിരിക്കാണെന്ന് പറഞ്ഞത് എനിക്ക് പൂർണ്ണമായിട്ട് ഇവിടെ ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഒരു 75% ഒക്കെ എനിക്ക് ഉറപ്പാണ്. പക്ഷേ 25% എനിക്ക് ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ ആണെങ്കിലോ ഇതിനെക്കുറിച്ച് നമ്മൾ എന്ത് പറയില്ല? ജസ്മ് എന്ന് പറയില്ല. ജസ്മ് എന്ന് പറയുന്നതിനാ 100% ഉറപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിയായിരിക്കുന്ന ഒരു സൃഷ്ടിയുടെ മുകളിൽ ഇരുന്നിട്ടില്ല, ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്നവനല്ല. അല്ലാഹു തആല ലോകത്തിന്റെ ഉള്ളിലുമല്ല, ലോകത്തിന്റെ പുറത്തുമല്ല. മനസ്സിലായില്ലേ? നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണിത്. ഉറപ്പിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൃഷ്ടിയോട് തുല്യമാവില്ല. അങ്ങനെ ഇരിക്കുക നിൽക്കുക എന്നുള്ളതൊക്കെ ഒരു സൃഷ്ടിയുടെ സ്വഭാവങ്ങളാണ്. നമുക്ക് ഉറപ്പിച്ച് പറയാം. ഒരു സിഫത്താണ് നമുക്ക് എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം, അത് മുഖാലിഫ് ലിൽ ഹവാദിസി, സൃഷ്ടികളോട് തുല്യമാവാൻ പാടില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അവനെ പോലെ ഒരു വസ്തുവുമില്ല, അള്ളാഹുവിനെ പോലെ ഒന്നുമേ ഇല്ല. വഹുവ സമീഉൽ ബസീർ, അവൻ സമീഉം ബസീറുമാണ് അതേ സന്ദർഭത്തിൽ. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ ഉറപ്പിക്കുകയാണ്, അത് അവനെ പോലെ ഇടുന്നപ്പോൾ ഇരുന്നാലും ആരെപ്പാരായി ഒരു സ്ഥലത്ത് ഇരുന്നാൽ എന്തായി? ഇരിക്കുക എന്നുള്ളത് ഇപ്പം എന്താണ്? ഒരു അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ നമ്മളെപ്പോലത്തെ ആളുകളുടെ ഒരു ഗുണമാണത്. അത് അള്ളാഹു തആലക്ക് ഉണ്ടാകാൻ പാടില്ല. ഇരിക്കുക എന്നുള്ളത് ഉണ്ടാകാൻ പാടില്ല, നിൽക്കുക എന്നുള്ളത് ഉണ്ടാകാൻ പാടില്ല, നടക്കുക എന്നുള്ളത് ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ലേ? അതൊക്കെ സൃഷ്ടികളുടെ ഗുണമാണ്. അതുകൊണ്ട് അതൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയണം. അല്ല അള്ളാഹു തആല ഉണ്ടോ അല്ലേ? അള്ളാഹുവിന് വുജൂദ് എന്ന സിഫത്തിൽ ഒരാൾക്ക് സംശയം ഉണ്ടായി. അവൻ ഈമാൻ ശരിയാണ്, എനിക്ക് ഉറപ്പില്ല, എനിക്ക് ഉറപ്പൊന്നുമില്ല അള്ളാഹു തആല ഉണ്ടോ അല്ലേ? കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരാണ് എങ്കിൽ അവനെന്താ വിശ്വസിക്കുന്നത്? അള്ളാഹു തആല മഅദൂം എന്നാണ് വിശ്വസിക്കുന്നത്. അള്ളാഹു ഇല്ല. അവനെക്കുറിച്ച് എന്താണ്? അവൻ വിശ്വാസിയേ അല്ല, യാതൊരു സംശയമില്ല. അവൻ എന്തിനാണ് ഉറപ്പിക്കുന്നത്? ജസ്മു ബിൽ അദ്മാണ്, ഇല്ല എന്നുള്ളതിലാണ് ഉറപ്പിക്കുന്നത്. വേറെ അർത്ഥം പറയുകയാണ്, എനിക്ക് ഉണ്ട്, വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ അത്ര അങ്ങോട്ട് പോരാ. ഞാൻ അങ്ങനെ ഒരു വിശ്വാസി എന്നൊന്നും എന്നെക്കുറിച്ച് പറഞ്ഞുകൂടാ. അതവസരത്തിൽ ഞാൻ ഒരു വിശ്വാസികളുടെ കുടുംബത്തിലാണ്, അവരെ വിശ്വാസം ഞാൻ മാനിക്കുന്നുണ്ട്. എന്നെക്കുറിച്ച് ഇപ്പം ഞാനൊരു വിശ്വാസി എന്ന് ഞാൻ എന്ത് ചെയ്യില്ല, എനിക്ക് പറയാൻ സാധ്യമല്ല. എന്നൊരാൾ പറഞ്ഞാൽ എന്തായി? അവനെന്തില്ല, അവൻ മുസ്ലിമല്ല. ഇനി വേറൊരു വിഭാഗം ആളുകളുണ്ട്. എന്താണ് ആ വിഭാഗം ആളുകൾ? ഒരു സ്റ്റെപ്പിനി മുസ്ലിം എന്ന് പറയാം. ഒരു സൂക്ഷ്മത മുസ്ലിമീങ്ങൾ. എന്താണ്? ഞാനിപ്പോൾ അള്ളാഹിൽ വിശ്വസിക്കുന്നത്
അഥവാ ഇനിയിപ്പോൾ മരിച്ചൊക്കെ പോയിട്ട് പരലോകം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പരലോകം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ വിശ്വാസം ഉപകാരപ്പെടട്ടെ. ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ, ഒന്നുമില്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. പരലോകം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ആ ലോകത്തേക്ക് എന്താവട്ടെ, എനിക്ക് എൻ്റെ വിശ്വാസം അത് ഉപകാരപ്പെടട്ടെ എന്നുള്ള നിലക്കാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് നമ്മൾ ഒരു മുസ്ലിം വിശ്വസിക്കേണ്ട വിശ്വാസമാണോ സഹോദരന്മാരെ? ഇത് വിശ്വാസമാണെങ്കിൽ ഈ വിശ്വാസം ശരിയാവുമോ ഇല്ലയോ? ഞാൻ പരലോകം ഉണ്ടാകുകയാണെങ്കിൽ നാളെ എനിക്കല്ലോ ഉറപ്പൊന്നുമില്ല. നാളെ പരലോകം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അഥവാ മരിച്ചു ചെന്നാലും പല ജീവിതം ഉണ്ടായ പിന്നെ ഞാനത് കുടുങ്ങിപ്പോരുത്. ഉണ്ടാകുകയാണെങ്കിൽ എൻ്റെ വിശ്വാസം ശരിയായിക്കോട്ടെ, അന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. എനിക്ക് ഉണ്ടെന്നുള്ള ഉറപ്പൊന്നുമില്ല. അതില്ലെങ്കിലോ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ പ്രശ്നമില്ല, ഒന്നുമില്ലല്ലോ, ജീവിതമല്ലല്ലോ, അതോടെ കഴിഞ്ഞില്ല. ഈ ദുനിയാവിയായ ജീവിതത്തോടുകൂടെ അവസാനിച്ചു. നാളെ പരലോകം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടുകയും ചെയ്യും. ഈ രൂപത്തിലുള്ള വിശ്വാസത്തിനാണ് ഇഹ്തിയാത്തി, സൂക്ഷ്മതക്കുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഈ വിശ്വാസം ശരിയാണോ ഇല്ലയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എല്ലാവരും ഇടിക്കും അഭിപ്രായം. ഇവിടെ സ്വതന്ത്രമായിട്ട് പറയാം, നമ്മൾ ക്ലാസ്സിൽ സ്വതന്ത്രമായിട്ട് പറയാം. പിന്നെ തെറ്റിയാൽ നമുക്ക് ഇവിടെ തിരുത്താലോ, അവസരം ഉണ്ടല്ലോ. ഇല്ല, ആരും അത് ശരിയാണെന്ന് പറയുന്നില്ല, ശരിയല്ല. അത്തരം വിശ്വാസമല്ല. പലരും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. വിശ്വസിക്കുക, കുഴപ്പമൊന്നുമില്ല. അഥവാ ഇനി പരലോകം ഉണ്ടാകാനുണ്ടെങ്കിൽ രക്ഷപ്പെടല്ലോ. വലൈൻ റുദിത്തു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ. ഇതാര് പറഞ്ഞതാ? ഇതേത് സൂറത്തിലുള്ളതാ? അടിക്കൂ. വലൈൻ റുദിത്തു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ. അൽ കഹ്ഫ് സൂറത്തിൽ അല്ലേ? പരലോകം ഉണ്ടെന്ന് ആൾക്ക് വിശ്വാസമൊന്നുമില്ല. അഥവാ ഉണ്ടാകാനുണ്ടെങ്കിൽ, അഥവാ ഉണ്ടായാൽ എനിക്ക് അവിടെ എന്തുണ്ടായിരിക്കണം, നല്ലൊരു ഒരു അവസ്ഥ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ? വിശ്വാസമില്ല അയാൾക്ക്. വലൈൻ റുദിത്തു ഉണ്ടോ? അവിടെ ഖസ്ബിന്റെ ലാമ് ഷർത്തിന്റെ ഷർത്തിയായി ഇന്നൊക്കെ ഒരുമിച്ച് കൂടി വന്നാൽ അതിന്റെ ജവാബ് എന്തായിക്കോണം, താക്കി ആയിക്കോണമെന്നില്ല എന്നുള്ള. അഥവാ എന്നെ മടക്കുകയാണെന്നുണ്ടെങ്കിൽ, അഥവാ എന്നെ മടക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നാളെ പരലോകത്തും ആരോട് പറഞ്ഞ, തന്റെ സഹോദരനായ വിശ്വാസിയായ സഹോദരനോട് പറഞ്ഞ കാര്യമാണ് അയാൾ. എന്ത്? എന്നെ നാളെ പരലോകത്ത് പുനർജനിപ്പിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ നല്ലത് കിട്ടും. ഇയാളെ വിശ്വാസം പരലോകത്ത് വിശ്വാസിയാണെന്ന് പറയാൻ പറ്റില്ല. വിശ്വാസം എന്തായിരിക്കണം? ജസ്മ് 100% ഉറപ്പുള്ളതായിരിക്കണം. പരലോകം ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിൽ ഒരു കാര്യത്തിൽ വിശ്വസിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? പരലോകമുണ്ട് എന്നുള്ള 100% നമുക്ക് ഉറപ്പ് വേണം. പിന്നെ തെളിവുകൾ മറ്റൊരു ഒരു രൂപത്തിലുണ്ട്. എന്താ? ചില തെളിവുകൾ ബുദ്ധിപരമായിട്ട് മാത്രമായിരിക്കും. ചില തെളിവുകൾ ബുദ്ധിപരവും പ്രാമാണികപരവുമുള്ളതായിരിക്കും. ചില തെളിവുകൾ പ്രാമാണികം മാത്രമായിരിക്കും. ചില തെളിവുകൾ പ്രാമാണികം മാത്രമായിരിക്കും. എന്താ നോക്കാം നമുക്ക്. ചില തെളിവുകൾ നമുക്ക് ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ സാധിക്കും, പ്രമാണം കൊണ്ട് കണ്ടെത്താൻ സാധിക്കും. ഉദാഹരണം അള്ളാഹിന്റെ സിഫത്തെ കുറിച്ച് പറഞ്ഞോളൂ. ഒരു സിഫത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും, ബുദ്ധി കൊണ്ടും പ്രമാണം കൊണ്ടും കണ്ടെത്താൻ സാധിക്കുന്ന അള്ളാഹുവിന്റെ ഒരു സിഫത്ത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അള്ളാഹിന്റെ സിഫത്ത് എടുക്കാം. ചില കാര്യങ്ങൾ അള്ളാഹ് വിശ്വാസം മാത്രമല്ല, വിശ്വാസത്തിൽ രണ്ട് രൂപത്തിലുള്ള ഉണ്ടാവും. പ്രമാണം കൊണ്ട് മാത്രം അല്ല, ഈ പ്രമാണം കൊണ്ട് മാത്രം കണ്ടെത്താൻ സാധിക്കുന്നതുണ്ട്, പ്രമാണം കൊണ്ടും ബുദ്ധി കൊണ്ടും കണ്ടെത്താൻ സാധിക്കുന്നതുണ്ട്, ബുദ്ധി കൊണ്ട് മാത്രം കണ്ടെത്താൻ സാധിക്കുന്നതുണ്ട്. എന്താണ് 2012 നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അവസാനം അവസാനം നിങ്ങൾക്ക് സന്ദർഭം തരാം. അപ്പോൾ നിങ്ങൾ സംശയമൊക്കെ ചോദിച്ചോളൂ. അള്ളാഹുവിന്റെ കുദ്റത്ത് അല്ലേ? അള്ളാഹുവിന്റെ കുദ്റത്ത്, ഈ കുദ്റത്ത് ഉണ്ട് എന്ന് ഇപ്പോൾ അവിടെ കീശേരി അടിക്കുന്നുണ്ട്. അതുപോലെ അള്ളാഹുവിന്റെ ഖാലിഖ് എന്നുള്ള സിഫത്ത്, അള്ളാഹു തആല സൃഷ്ടാവാകുന്ന സിഫത്ത് ബുദ്ധി കൊണ്ടും പ്രമാണം കൊണ്ടും നമുക്കറിയാം. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ അല്ലേ? അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ, അള്ളാഹു തആല എല്ലാത്തിനെയും പടച്ചവനാണ്. അത് പ്രമാണം തന്നെ, യാതൊരു സംശയമില്ല. ഒരാൾ അടിക്കുന്നു വഹദാനിയത്ത് എന്നുള്ള സിഫത്ത്, അള്ളാഹു തആല ഏകൻ ആകുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പോൾ അള്ളാഹുവിന്റെ വഹദാനിയത്ത് എന്നുള്ളത് പ്രമാണം കൊണ്ട് നമുക്ക് സ്ഥിരപ്പെടുത്താൻ പറ്റുന്ന ഒരു സൂറത്തുൽ ഇഖ്ലാസിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അഹദ് അള്ളാഹു തആലയുടെ വഹദാനിയത്താണ്. ഖാലിഖ് എന്നുള്ളത് എന്താകുന്നു? അള്ളാഹുവിന്റെ ഒരു സിഫത്താകുന്നു. പക്ഷെ ആ സിഫത്ത് എന്താകുന്നു? ഫീലിയ സിഫത്താണ് കേട്ടോ. അതൊരു ഫീലിയായ സിഫത്താണത്. നമ്മളിവിടെ ഫീലിയ സിഫത്ത് കുഴപ്പമൊന്നുമില്ല. ഫീലിയ സിഫത്ത് നമുക്ക് ഉദാഹരണം എടുക്കാം. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ എന്നുള്ള ഖുർആനിലുണ്ട്. അപ്പോൾ പ്രമാണം നിൽക്കുന്നത് അള്ളാഹു തആല ഖാലിഖാണ് നമുക്ക് സ്ഥിരപ്പെടുത്താൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പറഞ്ഞല്ലോ അള്ളാഹു തആല വഹദാനിയത്ത് എന്ന് പറയുന്ന ഒരു സിഫത്ത് അള്ളാഹു തആല ഉണ്ട് എന്ന് പറഞ്ഞു. അവൻ ഏകനായിരിക്കുക. ഏതിലൊക്കെ ഏകനായിരിക്കണം സുഹൃത്തുക്കളെ? ഏതിലൊക്കെ ഏകനായിരിക്കണം? അവന്റെ ദാത്തില്, സിഫാത്തില്, അഫ്ആലില് അല്ലേ? അവന്റെ സത്തയിലും അവന്റെ ഗുണങ്ങളിലും അവന്റെ പ്രവർത്തനങ്ങളിലും അവൻ ഏകനായിരിക്കണം. ഇതിപ്പോ ഇവിടെ ഒരാൾ പറഞ്ഞു, മുഹമ്മദ് സഹിൽ എന്താ പറഞ്ഞത്? അത് ബുദ്ധിപരമായിട്ടും നമുക്ക് അള്ളാഹുവിന്റെ ഏകത്വം, അവന്റെ സത്തയിലും അവന്റെ പ്രവർത്തനങ്ങളിലും അവന്റെ ഗുണങ്ങളിലും അവൻ ഏകനാണെന്നുള്ളത് ബുദ്ധിപരമായിട്ടും തെളിയിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ശരിയാണ്, സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഞാൻ ചോദിക്കട്ടെ, ബുദ്ധിപരമായിട്ട് എങ്ങനെ അത് നമുക്ക് അള്ളാഹുവിന്റെ വഹദാനിയത്ത് നമുക്ക് സ്ഥിരപ്പെടുത്താൻ സാധിക്കും? എന്തെങ്കിലും ചെറിയൊരു ഇത് തന്നാൽ മതി. നിങ്ങൾക്ക് മുഴുവനായിട്ട് എഴുതിക്കണമെന്നില്ല. നിങ്ങൾ മനസ്സിലാക്കിയ ബുദ്ധിപരമായ നിലക്ക് നിങ്ങൾ അള്ളാഹു തആല ഏകനാകുന്നു എന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് സമർത്ഥിക്കാൻ സാധിക്കുക? മൈക്കെടുത്ത് പറയാൻ പറ്റില്ലെങ്കിൽ മൈക്കെടുത്ത് പറഞ്ഞാൽ ഉപകാരമായിരുന്നു, എല്ലാവർക്കും കേൾക്കുകയും ചെയ്യാം. സാധിക്കൂലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ മനസ്സിലാക്കിയ രീതി ഒന്ന് ചെറിയ രൂപത്തിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. അതെ, 2 ഇലാഹ് ഉണ്ടായാൽ എന്തുണ്ടാകും?
കലഹങ്ങൾ ഉണ്ടാകും. ഒന്നിൽ കൂടുതൽ ഇലാഹ് ഉണ്ടെങ്കിൽ എല്ലാറ്റിലും കുഴപ്പം ആയിരിക്കും. ആയിക്കോട്ടെ, കുഴപ്പങ്ങളില്ലേ? എന്ത് കുഴപ്പമെന്നാ പറഞ്ഞത്? ഭൂമിയിൽ കുഴപ്പമില്ലേ? കുഴപ്പമുണ്ട്. ഇപ്പോൾ കുഴപ്പമുള്ളതുകൊണ്ട് രണ്ട് ഇലാഹ് ഉണ്ടെന്ന് വിശ്വസിക്കണോ? എന്ത് കുഴപ്പമെന്നാ? എല്ലാറ്റിലും കുഴപ്പം. ഇവിടെ ഭൂമിയിൽ കുഴപ്പമില്ലാത്ത ഭൂമിയാണുള്ളത്. മലക്കൾ തന്നെ പറഞ്ഞില്ലേ, അതജ്അലു ഫിഹാ മൻ യുഫ്സിദു ഫിഹാ വയസ്ഫിക്കു ദിമാ. അല്ലാഹുവേ, നീ എന്തിനാണ് ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും പിന്നെ ചോര ഒലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ നീ സൃഷ്ടിക്കുന്നതെന്ന് മലക്കൾ ചോദിച്ചില്ലേ? അത് സത്യമല്ലേ? മലക്കളുടെ ഈ സംശയം സ്ഥാനത്ത് തന്നെയാണ്. ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിൻ നാസ്. ഇതാണ് ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിൻ നാസ്. ജനങ്ങളുടെ കരങ്ങൾ ചെയ്തു കൂട്ടിയത് കാരണമായിട്ട് കടലിലും കരയിലും നാശം വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഫസാദ് ഉണ്ട്, അതുകൊണ്ട് രണ്ട് ഇലാഹ് ഉണ്ടെന്ന് വിശ്വസിക്കണോ? ഫസാദ് ഇല്ലാന്ന് നിങ്ങൾ ഏതിൽ ഫസാദ് എന്ന് പറയുന്നത്? പ്രകൃതിയുടെ സംവിധാനം താളം തെറ്റും. ആ ഫസാദാണ് ഉദ്ദേശിക്കുന്നത്. ശരി, കൈശരി അടിച്ചത് പ്രകൃതിയുടെ സംവിധാനം തന്നെ താളം തെറ്റും. ഇപ്പോൾ പ്രകൃതിയുടെ സംവിധാനം താളം തെറ്റാതെ തന്നെയാണ് പോകുന്നത്. താളം തെറ്റണമെങ്കിൽ ഇവിടെ പ്രകൃതി ഈ ലോകം ഇവിടെ ഉണ്ടാവില്ല. ഒരു താളം തെറ്റ ഒരു കുഴപ്പമില്ലാതെ എങ്ങനെ? ഇപ്പം ഞാൻ പറയാം, ഈ അള്ളാഹുവിന്റെ വഹദാനിയത്ത് എന്ന സിഫത്ത് നമുക്ക് ബുദ്ധി കൊണ്ട് സ്ഥിരപ്പെടുത്താൻ സാധിക്കണം. അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പവർ നാം കാണിക്കേണ്ടത്. കാരണം പരിശുദ്ധ ഖുർആൻ നമുക്കേ തെളിവുള്ളത്, വിശ്വാസികൾക്ക് മാത്രമാണ് ഖുർആനിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളത് ഒരു നിരീശ്വരവാദിയുടെ മുമ്പിൽ ഓതി കൊടുക്കാൻ പറ്റുന്ന തെളിവല്ല. അത് സമർത്ഥിച്ചു കൊടുക്കുന്നത് ബുദ്ധി കൊണ്ടാണ്, അല്ലേ? അത് പ്രമാണത്തെ നാം സമർത്ഥിക്കേണ്ടത് നാം എന്തുപയോഗിച്ചാണ്? നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാണ്. പ്രമാണം ഈ ഇത്തരം ഒരു നിരീശ്വരവാദിയുടെ മുമ്പിൽ അല്ലാഹു തആലാന്റെ വഹദാനിയത്ത് നാം സ്ഥിരപ്പെടുത്തേണ്ടത് അവനും നമ്മൾ അംഗീകരിക്കുന്ന ഒരു മേഖലയിൽ നിന്നുകൊണ്ടാണ്, അല്ലേ? ഒരു യുക്തിവാദിയോട് നാം അള്ളാഹുവിന്റെ ആസ്തിക്യം സ്ഥാപിക്കേണ്ട പരിശുദ്ധ ഖുർആനിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഉണ്ട്, അതുകൊണ്ട് അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ എന്റെ ഖുർആൻ എനിക്ക് വിശ്വാസമല്ല എന്ന് പറയും. ഖുർആന്റെ വിശ്വാസി നീയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ആ ഖുർആൻ വിശ്വസിക്കേണ്ടത്? ആ ഖുർആൻ ഒരു ദൈവത്തിന്റെ സംസാരമാകുന്നു, അവന്റെ വേദമാകുന്നു എന്ന് ഞാൻ എന്തുകൊണ്ട് വിശ്വസിക്കണം? ദൈവം ഉണ്ട് എന്നുള്ള ആദ്യം സ്ഥിരപ്പെടുത്തിക്കൊണ്ടാന്ന് പറയുമ്പോൾ അവിടെ നാം ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത്, പ്രമാണമല്ല. അങ്ങനെ അത് നാം എന്ത് ചെയ്യണം? നമ്മുടെ ബുദ്ധി അതിന് പര്യാപ്തമാണോ? തീർച്ചയായിട്ടും ബുദ്ധി പര്യാപ്തമല്ല. അല്ലാഹു തആല ഉണ്ടെന്ന് സ്ഥിരപ്പെടുത്താൻ നമുക്ക് ബുദ്ധി സാധിക്കൂലേ? തീർച്ചയായിട്ടും സാധിക്കണം. സാധിച്ചെങ്കിലേ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുള്ളൂ. മനസ്സിലായില്ലേ? കുറ്റമറ്റതായ ഈമാൻ ആവണമെങ്കിൽ നമ്മുടെ ബുദ്ധി നമുക്ക് അല്ലാഹു തആല ഉണ്ട് നമുക്ക് സ്ഥാപിച്ചു കൊടുക്കാൻ സാധിക്കും. യാതൊരു സംശയമില്ല. എന്താ പിന്നെ അല്ലാഹു തആല നമുക്ക് പറയട്ടെ, വിശ്വാസികളെ നമുക്ക് എന്തായാലും സാധിക്കും. അമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മാ ഫിസ് സമാവാതി വൽ അർളി അമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു. ഇത്ര ആയത്തുകൾ. എന്താണ് ഈ ആയത്തുകൾ എന്നൊക്കെ പറഞ്ഞാൽ? അല്ലാഹു തആല ഏകനാണെന്നുള്ളതിന് ഉണ്ട് എന്നുള്ളത് സ്ഥിരപ്പെട്ടാൽ, അല്ലാഹു തആല ഉണ്ട് എന്നുള്ളതിന് അള്ളാഹു ഉണ്ട് എന്നുള്ളത് സ്ഥിരപ്പെട്ടാൽ അവൻ ഏകനായിരിക്കണം എന്നുള്ളത് അതിന്റെ നിർബന്ധമായ ഒരു വിധിയാണത്. അത് നിർബന്ധ താല്പര്യമാണത്. അള്ളാഹു ഉണ്ട് എന്ന് പറയുമ്പോൾ അവൻ ഏകനാവാനേ പാടുള്ളൂ. ഉണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലോ എന്നാ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. അള്ളാഹു ഉണ്ട് എന്ന് സമ്മതിച്ചാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ എളുപ്പമായി. എത്ര ദൈവം ഉണ്ടെന്ന് അവർ പറയുന്നത്? ഒരു ദൈവം ഉണ്ടെന്നോ രണ്ട് ദൈവം ഉണ്ടെന്നോ? ഒരു ദൈവം ഉണ്ടെന്നോ രണ്ട് ദൈവം ഉണ്ടെന്നോ പറയുന്നത്? ഒരു ദൈവം ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് നമ്മളെ ഉദ്ദേശം തന്നെ നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ല. വളരെ ശരിയാണ്, ഒരു ദൈവമേ ഉള്ളൂ. നമ്മളിപ്പോൾ ആ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നത് കേട്ടോ. ദൈവം എന്ന് പറയുന്നത് എത്രക്കാർ മുമ്പിൽ കണ്ടുകൊണ്ടാണ്. രണ്ട് ദൈവമുണ്ട് എന്നുണ്ടാണെങ്കിൽ, ഒന്നിലധികം ദൈവമുണ്ടെന്നെങ്കിൽ അവിടെ നമ്മുടെ ബുദ്ധി അംഗീകരിക്കില്ല. രണ്ട് ദൈവമുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക? ഒരു ദൈവം കരുതുകയാണ്. ആ ദൈവം എന്ന് പറയുന്നത് എന്താ? അവൻ എല്ലാറ്റിനും കഴിവുള്ളവനായിരിക്കണം. ഒരു ദൈവം കരുതുകയാണ് ലോകം പടക്കണമെന്നൊരു ദൈവം കരുതിയാൽ മറ്റേ ദൈവം എന്ത് കരുതും? പടക്കണ്ടെന്ന് കരുതിയാൽ ആരുടെ ഉദ്ദേശമാണ് ഇവിടെ നടക്കുക? രണ്ടാൾ ഉദ്ദേശം നടക്കുകയോ ഇല്ലയോ? രണ്ടാളെയും ഉദ്ദേശം നടക്കുകയോ ഇല്ലയോ? നമ്മളിവിടെ വഹദാനിയത്തിന് തെളിവ് പറഞ്ഞപ്പോൾ വഹദാനിയത്തിന് നമ്മൾ അല്ലാഹു തആല ഏകനാണ് എന്നുള്ളതിന് ഖുർആനുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്. പക്ഷേ ബുദ്ധിപരമായിട്ട് നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കണം. എന്തുകൊണ്ട് രണ്ട് ദൈവം ഉണ്ടായിക്കൂടാ? ഉണ്ടെന്ന് സങ്കല്പിച്ചോളൂ. സങ്കല്പം പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഖുർആൻ തന്നെ പറയുന്നുണ്ട്. സങ്കല്പമായിട്ട് നമുക്ക് പറയാം. ഖുൽ ഇൻ കാന ലിർറഹ്മാനി വലദുൻ ഫഅന അവ്വലുൽ ആബിദീൻ. അല്ലാഹു തആലക്ക് സന്താനം ഉണ്ടാവുകയാണെങ്കിൽ ഞാനായിരിക്കും ആ സന്താനത്തിന് ആദ്യമായിട്ട് ആരാധിക്കുന്ന ആൾ എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? എന്തെങ്കിലും സങ്കല്പന പ്രകാരം നമുക്കൊരു ഹുക്കുമിലേക്ക് എത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. സങ്കല്പന തന്നെ ആയിരിക്കണം. പോട്ടെ. അപ്പൊ രണ്ട് ദൈവം ഉണ്ടെങ്കിൽ, രണ്ട് ഇലാഹ് ഉണ്ടെങ്കിൽ, രണ്ട് ദൈവം ഉണ്ടെങ്കിൽ എന്താ സ്ഥിതി? ഒരു ദൈവം കരുതിയാണ് ലോകം പടക്കണമെന്ന് കരുതി, മറ്റൊരു ദൈവം കരുതി ലോകം പടക്കണ്ടെന്ന് കരുതി. ആരുടെ കരുത്താണ് ഇവിടെ ഉണ്ടാവുക? രണ്ട് കൂട്ടരുടെയും ഉണ്ടാവോ? ഒരു സംഗതി ഉണ്ടാവണമെന്ന് ഇല്ലാതിരിക്കാന്നുള്ളതാണ്. അത് രണ്ടും കൂടി നമ്മൾ ബുദ്ധി അംഗീകരിക്കുന്നല്ലോ. യുക്തിവാദിയോട് നമ്മൾ ബുദ്ധിപരമായിട്ട് സംസാരിക്കുന്നത്. ലോകം ഉണ്ടാവണമെന്നും ലോകം ഉണ്ടാവാൻ പാടില്ല എന്നും, ലോകം ഉണ്ടാവാൻ പാടില്ല ഒരേ സമയത്ത് നടക്കുമോ? രണ്ടും കൂടി ഉണ്ടാവാതിരിക്കലും ഒരേ സമയത്ത് നടക്കുമോ സുഹൃത്തുക്കളെ? നടക്കുമോ? ഒന്നിക്കലും ഉണ്ടാവുക അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കുക, അല്ലേ? അപ്പോൾ ഒരു ദൈവം കരുതി ലോകം ഉണ്ടാവട്ടെ, മറ്റേ ദൈവം കരുതി ഉണ്ടാവേണ്ടാന്ന്. അപ്പോൾ ആരുടെ അവിടെ നടക്കുക? അവനോട് ചോദിക്കണം. അപ്പോൾ രണ്ട് ദൈവമുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടാവില്ല? ഇത് തർക്കിക്കാനും ഇത് സംസാരിക്കാനും ഇത് ഞങ്ങൾ ചർച്ച വെക്കാൻ തന്നെ അവിടെ ആളുണ്ടാവില്ല. കാരണം അതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല. അവിടെ ഉണ്ടാവാതിരിക്കും. ചില ബുദ്ധി തന്നെ അംഗീകരിക്കുന്നില്ല. മുസ്തഹീലാണത്. നമ്മൾ ആദ്യം പഠിച്ചിട്ട് മുസ്തഹീൽ. ഇത്തരം ആളുകളോട് സംസാരിക്കാൻ നമ്മൾ അടിത്തറ വാങ്ങി വെച്ചതാണ് വുജൂബ്,
ഇസ്തിഹാലത്ത് ജായിസ്, അല്ലെ? അഖലിയായ വുജൂബ്, അഖലിയായ ഇസ്തിഹാലത്ത്, അഖലിയായ ജായിസ്. ബുദ്ധിപരമായിട്ട് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഭവം ഉണ്ടാവലും ഉണ്ടാവാതിരിക്കലും ഒന്നിച്ചുണ്ടാവില്ല. ഒന്നിക്കൽ ആ സംഭവം ഉണ്ടാവുകയല്ല ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തില്ല, ഒരു ദൈവം ഈ പ്രപഞ്ചം ഉണ്ടാക്കാൻ കരുതിയാലും ഒറ്റ ദൈവം ഉണ്ടാക്കണ്ടെന്ന് കരുതിയാലും അങ്ങനെ കരുതിയാൽ അങ്ങനെ. അപ്പോൾ ഉണ്ടാവണ്ടെന്ന് കരുതിയ ദൈവത്തിന്റെ ഉദ്ദേശമാണ് നടന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താ? ഈ ലോകം ഉണ്ടാവണ്ട എന്ന് കരുതിയ ദൈവത്തിന്റെ ഇംഗീതമാണ് നടന്നതെങ്കിൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം? അതിനർത്ഥം നിങ്ങൾ പറയും. മറ്റേ ദൈവത്തിന്റെ സ്ഥിതി എന്താ? മറ്റാൾ ദൈവമല്ല. എന്തുകൊണ്ട്? അയാൾ ഉദ്ദേശത്തോടെ നടന്നിട്ട് ഉണ്ടാവണമെന്ന് കരുതി ആർക്കും ആ ദൈവത്തിന്റെ ഉദ്ദേശം അവിടെ നടന്നിട്ടില്ല. അപ്പം എന്തായാലും കരുതിയത് ഉദ്ദേശിച്ചത് നടക്കാൻ പറ്റാത്തവൻ ദൈവമാണോ? ഒരിക്കലും ദൈവമല്ല. അപ്പൊ രണ്ട് ദൈവം ഉണ്ടായാലുള്ള ഫസ്റ്റത്തെ സ്റ്റെപ്പ് തന്നെ എന്താണ്? ഈ ബുദ്ധിപരമായിട്ട് അസംഭവ്യത, അക്കലി ഇസ്തിഹാൽ അക്കലി, ബുദ്ധിപരമായിട്ട് ഉണ്ടാകാൻ പാടില്ലാത്തതുണ്ടാകും. ഒരു ദൈവം ഉണ്ടാവണമെന്നും ആ ഒരു സാധനം ഇന്ന സമയത്ത് അത് ഉണ്ടാവണ്ട എന്നും. പിന്നെ ഒരു സംശയമാണ്, ഐക്യത്തിലായാലോ? ഐക്യത്തില നമ്മൾ എന്ത് ചെയ്യണ്ട? ഈ വിഷയത്തിൽ, ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്ന വിഷയത്തിൽ തർക്കിക്കണ്ട. നമ്മൾ രണ്ടു ഐക്യത്തിൽ പോവാം. നിങ്ങൾ കരുതിക്കോളൂ, ഞാൻ തടസ്സം നിൽക്കുന്നില്ല, നമുക്ക് ഐക്യത്തിൽ പോവാം. എന്തിനാണ് ഈ ഐക്യത്തിൽ പോകുന്നത്? നമ്മൾ ചിന്തിക്കണം. എന്തിനാണ് ഈ ഐക്യത്തിൽ പോവേണ്ട കാര്യം എന്താ ഉള്ളത്? ഇയാൾ ഉദ്ദേശം നടക്കാത്തത് കൊണ്ട് പ്രശ്നം വേണ്ടാന്നുള്ളതല്ലേ? അല്ലേ? പ്രശ്നമൊന്നും വേണ്ട, നമുക്ക് ഐക്യത്തിൽ പോവാം. ഐക്യത്തിൽ പോകണം എന്തിനു വേണ്ടിയാ? നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും വേണ്ട, നല്ല രീതിയിൽ പോവാം. അപ്പോൾ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സൊല്യൂഷനാണ്, ഒരു പരിഹാരമാണ് ഇവിടെ ഐക്യം എന്ന് പറയുന്നത്, അല്ലേ? അപ്പം പ്രശ്നം ഉണ്ടാവുമെന്ന് ആ ഭയം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ താൻ ഉദ്ദേശം ഒന്നും നടക്കേണ്ടെന്ന് ഉദ്ദേശിച്ചാൽ അത് ഇവിടെ നടപ്പിലാവാതിരുന്നാൽ എനിക്ക് പ്രശ്നം, ഉണ്ടാവണമെന്ന് ഉദ്ദേശവന്റെ ആ ഉദ്ദേശം അതും പ്രശ്നം. അപ്പം ഈ പ്രശ്നങ്ങൾ തമ്മിൽ കുഴപ്പമുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഐക്യത്തിൽ പോകാൻ പറഞ്ഞ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനാണ്. അപ്പോൾ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി മറ്റൊരാളുടെ സഹകരിക്കുകയാണ് ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ എന്ത് ചെയ്തു? പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടി മറ്റൊരാളിലേക്ക് ആശ്രയിച്ചില്ലേ? അല്ലേ? ദൈവം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ആശ്രയിക്കാൻ പറ്റുമോ? സ്വന്തം നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും ഇറാദത്തുൽ മുത്തലഖ എന്ന അള്ളാഹുവിന്റെ ഒരു സിഫത്ത് എന്താ? ഇറാദത്തുൽ മുത്തലഖ, നിരുപാധികം. അവൻ ഇറാദത്ത് ചെയ്താൽ അത് ഉടനടി ഉണ്ടാവണം. അള്ളാഹുവിന്റെ ഇറാദത്ത് ഉണ്ടായാൽ അത് ഉടനടി ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ പ്രശ്നമാണെന്ന് കാണുമ്പോൾ എന്തായി? അവന്റെ സ്വാതന്ത്ര്യത്തിന്, അവന്റെ ആ ഇറാദത്ത് മുത്തലഖ, നിരുപാധികമായ ഇറാദത്ത് എന്ന് പറയുന്ന ആ നിരുപാധികമായ ഇറാദത്തിന് ഭംഗം വന്ന്, അപ്പൊ തന്റെ നിരുപാധികമായ ആ ഉദ്ദേശങ്ങൾ ഇവിടെ നടക്കുന്നില്ല. അതെന്ത് വേണം? നടന്നാൽ പ്രശ്നം വരും. അതുകൊണ്ട് അപ്പൊ തന്റെ ഇറാദത്തിന് ഭംഗം വന്ന് യോജിച്ചു പോകാൻ സാധ്യമല്ല. യോജിച്ചു പോയാൽ പിന്നെ ഒരാൾ മതിയല്ലോ. എല്ലാ കാര്യത്തിലും യോജിച്ചു പോകാൻ രണ്ട് ദൈവത്തിന്റെ കാര്യമുണ്ടോ സുഹൃത്തുക്കളെ? ഒരാളിന്റെ പോരെ രണ്ടാളും കൂടി എല്ലാ കാര്യത്തിലും യോജിച്ചു പോകാണ്ടെങ്കിൽ ഒറ്റ ദൈവം മതി. രണ്ട് ദൈവത്തിന് എന്താ കാര്യമുള്ളത് ഇവിടെ? രണ്ട് ദൈവത്തിന്റെ കാര്യമേ ഇല്ല. എതിരായാൽ പിന്നെ പ്രശ്നമാണ്. എതിരായുള്ളത് കൊണ്ടാണ് ഇവിടെ ഈ ഐക്യത്തിലേക്ക് വന്നത്. അപ്പോൾ ഒരു നിലക്കും ബുദ്ധിപരമായിട്ട് നമ്മൾ പറയുന്നത്, ബുദ്ധിപരമായ നിലക്ക് അള്ളാഹുവിന്റെ വഹദാനിയത്ത് നമുക്ക് ഈ വിഷയം ദലീലിൽ ബഹുമാനപ്പെട്ട ഉലമാഉൽ അഖീദ ഈ വിഷയം അവരുടെ വിവിധ തെളിവുകളിലൂടെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അതിനൊന്നിന്റെ പേരാണ് ദലീലുൽ ഇംകാൻ. മറ്റൊരു തെളിവിന്റെ പേരാണ് ദലീലുൽ ഹുദൂസ്. മനസ്സിലായില്ലേ? അത് ഇസ്ലാമിക ഫിലോസഫികൾ അത് മറ്റൊരു തരത്തിലാണ് അവർ സ്ഥിരപ്പെടുത്തുന്നത്. അവർ നമ്മുടെ മുമ്പിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, കാര്യമായ അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അവരെന്ത് ചെയ്യും? ഈ വിഷയം അംഗീകരിക്കുന്നവരാണ്. ഇസ്ലാമിക ഫലാസിഫകൾ ഫാറാബി, ഇബ്നു സീന, ഇബ്നു റുഷ്ദ്, അൽ ഹഫീദ് തുടങ്ങിയതായിരിക്കുന്ന ആളുകളൊക്കെ ഇസ്ലാമിക് ഫിലോസഫികളാണ് അവരൊക്കെ. നമ്മൾ അവരെന്ത് ചെയ്യും? ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ തഹാഫത്തുൽ ഫലാസിഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അവരുടെ സർവ്വവാദങ്ങളും ഒരു ഫിലോസഫറേക്കാൾ ഉയർന്നു ചിന്തിച്ചുകൊണ്ട്, അവരുടെ വാദം അവരെക്കാൾ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ വിശ്വാസവും ഇസ്ലാമിന്റെ തനിച്ച വിശ്വാസവും തമ്മിൽ ഒരു തുലനം നടത്തിക്കൊണ്ട്, അത് താരതമ്യം ചെയ്തുകൊണ്ട്, കമ്പയർ ചെയ്തുകൊണ്ട്, അവരുടെ വിശ്വാസങ്ങളിൽ 23 കാര്യങ്ങളിൽ 20 കാര്യങ്ങളിൽ അവർക്ക് പേവ് സംഭവിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കണം. ഒരു വിജ്ഞാനത്തോടുള്ളതായിരിക്കും നമ്മുടെ സമീപനം എന്തായിരിക്കണം? തുറന്ന കാഴ്ചപ്പാടായിരിക്കണം. അത് നമ്മൾ നിരീക്ഷണ വിധേയമാക്കി നമ്മുടെ വിശ്വാസമാകുന്ന ഉറക്കല്ലിൽ ഉറച്ചു നോക്കി അത് ഒറിജിനാലിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നാം ബോധ്യപ്പെടുത്തിയിട്ട് നാം അതിനെ നിരൂപിച്ചാണ് അതിനെ വിലയിരുത്തേണ്ടത്. മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹമദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഹാഫത്തുൽ ഫലാസിഫയിൽ ഇവരുടെ വിഷയങ്ങളെല്ലാം തന്നെ ശരിക്കും പഠന വിധേയമാക്കിയിട്ട് അവരെ 20ഓളം വിഷയത്തിൽ ഇസ്ലാമിക് ഫിലോസഫി, മറ്റേ ഫിലോസഫികൾക്ക് പോട്ടെ, ഇസ്ലാമിക് ഫിലോസഫികളെ കുറിച്ചാണ് പറയുന്നത്. വേറണ്ടല്ലോ, നമ്മളെ അറസ്താലിസ് എന്ന് പറയുന്ന ഇയാള്, അരിസ്റ്റോട്ടല്, അതുപോലെ തന്നെ അയാളുടെ ഗുരുവായ ഗ്രീക്ക് തത്വശാസ്ത്രജ്ഞന്മാർക്കുണ്ട്. അഫ്ലാത്തൂന്, അതാണ് അഫ്ലാത്തൂൻ എന്ന് പറഞ്ഞാണ് അരിസ്റ്റോട്ടൽ. അതുപോലെ പൈത്തഗോറസ്, താർത്താരികളോ
താർത്താരികൾ എന്നുള്ളത് പിന്നെ ഫലാസിഫത്തൽ, അവരും ഒരു തരം ഫൽസഫികൾക്കാരാണ്, അവർ ബാത്തിനിയാക്കളാണ് യഥാർത്ഥത്തിൽ. താർത്താരികൾ എന്ന് പറയുന്നത് മുസ്ലിമുകൾ ഉണ്ടായിട്ടുണ്ട്. അവർ പിന്നെ ബഗ്ദാദ് ചുട്ടരിച്ച് നശിപ്പിച്ചതായിരിക്കുന്ന ഒരു വിഭാഗമാണെങ്കിലും അവരിൽ നിന്ന് തന്നെ അവസാനം ഇസ്ലാമിലേക്ക് വന്ന ആളുകളുണ്ട് താർത്താരികളൊക്കെ കേട്ടോ. താർത്താരികൾ മൊത്തത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. താർത്താരി ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇതല്ല ഫിലോസഫികളെ കുറിച്ച് നമുക്ക് പിന്നെ ഒരു സന്ധ്യ എനിക്ക് നമ്മളൊരു പൊതുവെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് അവരുടെ വിശ്വാസങ്ങൾ, പിന്നെ ഈ ഫൽസഫക്കാരുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വിഷയം നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു ചർച്ചയിലൂടെ നമുക്ക് പറയാം. അപ്പം അത് അവരുടെ വിഷയം പെടാം. ഫലാസിഫത്തിനെ മുസ്ലിം ഫിലോസഫികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം. അതാണ് ഇബ്നു സീന, ഫാറാബി, ഇബ്നു റുഷ്ദ്, അബൂബക്കർ ഇബ്നു റാസി, തഫ്സീർ ഫഖ്റുദ്ദീൻ റാസി അല്ല കേട്ടോ, ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അല്ല. അവരൊക്കെ ഈ ഫലാസിഫത്തിന്റെ കണ്ടകോടാലികളാണ് ഇവരൊക്കെ. അബൂബക്കർ റാസി, അതുപോലെ തന്നെ ഇബ്നു റുഷ്ദ് അൽ ഹഫീദ്, 2 ഇബ്നു റുഷ്ദ് ഉണ്ട്, വല്യാപ്പിയുണ്ട്, പേരമകനുണ്ട്. പേരമകനെ കുറിച്ചാണ് അയാളൊക്കെ. പിന്നെ ഇതാണ് ഇബ്നു സീനയുടെയും ഫാറാബിയും തുടങ്ങിയതായിരിക്കുന്ന ആളുകൾ. അവരൊക്കെ ഇസ്ലാമിക് ഫിലോസഫികൾ എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അവർ വിശ്വാസത്തിൽ 20ഓളം സ്ഥലങ്ങളിൽ അപാകതയുണ്ട് എന്നും 3 കാര്യങ്ങളെ കൊണ്ട് അവർ പിന്നെ കാഫറായിട്ടുണ്ടെന്നും രേഖാമൂലം വളരെ സമർത്ഥമായ നിലക്ക് സ്ഥാപിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട അബൂ ഹമദ് ഗസാലി റഹ്മത്തുള്ളാഹി തന്റെ തഹാഫത്തുൽ ഫലാസിഫ രേഖപ്പെടുത്തി പോയത്. എത്ര വിഷയത്തിൽ ഫിലോസഫികൾക്ക് എന്നിട്ട് അശ്അരി മദ്ഹബുകാരെ ഫിലോസഫികളുമായി കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നവർ വിവരമില്ലാത്ത ജഹിൽ മുറക്കബുകളാണെന്ന് പറയേണ്ടി വരും. 20ഓളം വിഷയത്തിൽ ഈ ഫിലോസഫികൾക്ക് ഹത്ത സംഭവിച്ചിട്ടുണ്ട്. ഹത്തായിട്ട് തന്നെ. അതേ അവസരത്തിൽ 3 വിഷയത്തിൽ അവർ കാഫറാണെന്നും. എന്താ ഒരു വിഷയം? ഒരു വിഷയം എന്താണ്? ഈ ലോകം എന്ന് പറയുന്നത് അത് പിന്നെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാകുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം, അല്ലേ? അള്ളാഹു എന്താ ഖുർആനിൽ പറയുന്നത്? നമ്മൾ വിശ്വാസികളാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിൽ അൽബാബ്. അങ്ങനെ അവസാനം എന്താ? ബുദ്ധി ലുബുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി. നമ്മുടെ ചർച്ച എപ്പോഴും ഖൽഖിലാണ്. സയൻസ് അതായത് സയൻസിന്റെ ചർച്ച ഒരു വസ്തുവിന്റെ സൃഷ്ടിപ്പിലല്ല. എന്താണ് ആ സാധനമെന്നും എന്തൊക്കെയാണ് അതിൽ അടങ്ങിയതെന്നും അതിലെന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നും ഇതൊക്കെയാണ് സയൻസ് പറയാം, അല്ലേ? സയൻസിന്റെ മേഖല എന്താണ്? അത് ചില പ്രത്യേക അതിൻ്റെതായ ഒരു വലീഫ് ഉണ്ട്. അതിന് സയൻസിന്റെ ഒരു മേഖല ഉണ്ട്. അതിൽ ആ ഒതുങ്ങിയിട്ടുള്ള ചർച്ചയുള്ളൂ. അപ്പം പിന്നെ ഭൂകമ്പം ഉണ്ടാകുന്നത് എങ്ങനെ? ഭൂകമ്പം ഉണ്ടാകുന്നത് എങ്ങനെയെന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് ഭൂകമ്പം ഉണ്ടാകുന്നത്? എന്താണ് അതിന്റെ പരിഹാരം എല്ലാവർക്കും പ്രദർശനം. അത് ഉണ്ടാവുന്നതും അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ തബീഅത്ത്, അതിന്റെ പ്രകൃതിയൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള പഠനമാണ് സയൻസ്. എന്നാൽ നമ്മൾ വെറും സയൻസ് ഗ്രന്ഥമല്ലല്ലോ നമ്മുടെ വിശുദ്ധ ഖുർആൻ. സയൻസ് ഉണ്ട് അതിൽ, പക്ഷേ അതിൽ സൊല്യൂഷനും കൂടിയുണ്ട് എല്ലാത്തിലും. അള്ളാഹു നമ്മോട് പ്രേരിപ്പിക്കുന്ന ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശ ഭൂമിയെ സൃഷ്ടിച്ചതിലുള്ളതായിരിക്കുന്ന കാര്യം ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്നതിൽ വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, പകലുകൾ മാറി മാറി വരുന്നതിലും വൽ ഫുൽകിൽ ലത്തി തജ്രി ഫിൽ ബഹർ, സമുദ്രത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളിലും. കപ്പലിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. എന്തുകൊണ്ട് നമ്മൾ ഒരു ആണി വെള്ളത്തിലിട്ടാൽ അത് പൊന്തി നിൽക്കുക, അത് താന്നു പോകും. എന്താ ചെയ്യുന്നത്? ആണി വെള്ളത്തിലിട്ടാൽ പൊന്തുക താഴെ ചെയ്യുന്നത്? ഉടനെ താവും, ഉറപ്പാ. അതേ അവസരത്തിൽ ഒരു 10,000 ആണികൾ കൂടിയ ഒരു കപ്പൽ എന്തുകൊണ്ട് വെള്ളത്തിൽ താഴുന്നില്ല? ചിന്തിക്കേണ്ട വിഷയമല്ലേ? 10,000 കിൻഡൽ കണക്കിനുള്ള ഇരുമ്പ് അടങ്ങിയതാണ് ഈ കപ്പൽ എന്ന് പറയുന്നത്. ഒരു ചെറിയ അതിന്റെ 10,000-ത്തിലൊരു അംശം മാത്രം വലിപ്പമുള്ള അല്ലെ കനമുള്ള ഒരു ആണി വെള്ളത്തിലേക്ക് ഇട്ടാൽ ആണി പെട്ടെന്ന് ഡൗൺ. എന്നാൽ ഇത്തരം ആയിരക്കണക്കിന് ആണികൾ ഇരുമ്പുകളും മേളിച്ച വലിയൊരു സാധനമാണല്ലോ കപ്പൽ. ഈ കപ്പൽ എന്തുകൊണ്ട് ഈ കടലിൽ മുങ്ങുന്നില്ല? അങ്ങനെ പലതുമുണ്ട്. അപ്പം അതിലടങ്ങിയ സാധനങ്ങളെ കുറിച്ച് ചിന്തിക്കണം. അല്ലാഹു തആല നമ്മുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുകയാണ്. വൽ ഫുൽകിൽ ലത്തി തജ്രി ഫിൽ ബഹർ, സമുദ്രത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ ഉണ്ട് ഇന്ന ഫീ ഖൽഖിസ് സമാവാത്, തീർച്ചയായിട്ടും ആകാശങ്ങളെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചതിലുണ്ട്. വൽ അർളി, ഭൂമിയെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുണ്ട്. ഹൽക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അറിയോ? ഹൽക്ക് എന്ന് പറഞ്ഞാൽ പടക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ പടക്കുന്നതിനാണ് ഹൽക്ക് എന്ന് പറയുന്നത്. അതിൽ നിന്ന് വുജൂദിലേക്ക് കൊണ്ടുവരുന്നതിനാണ്. അതാണ് ഹൽക്ക്. അല്ലാഹു തആല ഖാലിഖാണ്. അപ്പൊ അതിലുണ്ട് വൽ ഫുൽകിൽ ലത്തി തജ്രി ഫിൽ ബഹർ ബിമാ യൻഫഉ നാസ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ സമുദ്രത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കപ്പലിലുണ്ട്. വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ, അല്ലാഹു തആല ആകാശത്ത് നിന്ന് ഇറക്കിയതായിരിക്കുന്ന ജലത്തിലുണ്ട്. ഫഅഹ്യാ ബിഹിൽ അർള്, അതിൽ അല്ലാഹു തആല കാരണമാക്കി വെച്ച് ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, ഭൂമി നിർജീവമായതിനു ശേഷം അതിനെ വീണ്ടും അല്ലാഹു തആല ഉജ്ജീവിപ്പിച്ചു. മനസ്സിലായില്ലേ? അതിനെ വീണ്ടും ഹയാത്താക്കി, അതിനെ സജലമാക്കി, സജീവമാക്കി. ബഅദ മൗതിഹാ, ഭൂമി നിർജീവമായതിനു ശേഷം വെള്ളം നൽകിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സജീവമാക്കി. അതിൽ എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന ജന്തുക്കളെയും അല്ലാഹു തആല വ്യാപിപ്പിച്ചു. കണ്ടങ്ങൾ എന്തുകൊണ്ട് ചൊവ്വയിൽ ഒരു മൃഗത്തെ കാണാൻ പറ്റിയില്ല? എന്തുകൊണ്ട് ചന്ദ്രനിൽ കാലുകുത്തി അവർക്ക് അവിടെ ഒരു മൃഗത്തെ കാണാൻ പറ്റിയില്ല? അവിടെ അവർക്ക് ജലമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചൊവ്വയിലും അതുപോലെ തന്നെ മറ്റുള്ള ഗ്രഹങ്ങളിലൊക്കെ തന്നെ. ഭൂമിയെക്കുറിച്ച് കാറ്റുകൾ ഇങ്ങനെ മാറി മാറി കാറ്റുകളെ നിയന്ത്രിക്കുന്നതിൽ ആകാശഭൂമിക്കിടയിൽ
നിയന്ത്രണ വിധേയമാക്കപ്പെട്ടതായിരിക്കുന്ന മേഘത്തിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇപ്പോൾ നമ്മളെ ഖുർആൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന എന്തിനാണ്? ഓരോ വസ്തുവിന്റെ സൃഷ്ടിപ്പിലും അതിന്റെ കാരണത്തിലേക്ക് നമ്മൾ ചിന്തിപ്പിക്കുന്നത്. സയൻസിന് ചില മേഖലകളുണ്ട്. ആ മേഖലയിൽ നിന്നുകൊണ്ട് മാത്രമേ സയൻസ് ചിന്തിക്കൂ, അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കൂല. പ്ലേഗ് രോഗം വരാനുള്ള കാരണം എന്താണെന്ന് അവർ മനസ്സിലാക്കും. എന്താണ് പ്ലേഗ് രോഗമെന്നും അതെന്താണ് വ്യാപിക്കാൻ കാരണമെന്നും അതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് പറയും. പക്ഷേ എന്തുകൊണ്ടാണ് അല്ലാഹു തആല പ്ലേഗിന്റെ ഈ അണുക്കളെ സൃഷ്ടിച്ചത് അത് ചിന്തിക്കുന്നുണ്ടോ? അത് സയൻസ് പറയോ? എന്തിനാണ് ഇവിടെ സൃഷ്ടിച്ചത് എന്ന് അത് സയൻസ് പറയുന്നുണ്ടോ? ഇല്ല. ഉള്ളതിന് പോലും പറയും. അവർക്ക് എന്താണ്? പ്രാഗ്മാറ്റിക്കൽ സയൻസ് ആണ് അവർക്കുള്ളത്, പ്രയോഗത്തിലുള്ളത്. ഇപ്പോൾ ഉള്ളതിനെ കുറിച്ച് പറയാം. ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്തിനാണ് സൃഷ്ടിച്ചത് ആ ചിന്ത സയൻസിന് അതിന്റെ അത്തരം ചിന്തകൾക്ക് സയൻസിന് പ്രാധാന്യമില്ല. ഉള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇൽമു തജ്രീബി എന്ന് അതിന് പറയാം. മനസ്സിലായില്ലേ? നമ്മൾ ചിന്തിക്കുന്ന ഖുർആൻ ഇന്ന ഫീ ഖൽഖി സമാവാത്ത്, എന്തിനാണ് അല്ലാഹു തആല ആകാശഭൂമികൾ സൃഷ്ടിച്ചത്? അതിന്റെ രഹസ്യത്തിലേക്ക്, അതിന്റെ സൃഷ്ടി സംവിധാനത്തിലേക്ക്. അങ്ങനെ ചിന്തിക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യും? അതിന്റെ സൃഷ്ടാവിനെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? അള്ളാഹുവിന്റെ വഹദാനിയത്ത് നമുക്ക് സ്ഥിരപ്പെടുത്താൻ സാധിക്കുന്നത് ഈ ചിന്തയിലൂടെ. നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അള്ളാഹുവിന്റെ വഹദാനിയത്ത്. അതുപോലെ തന്നെ വേറെ ആൾ പറഞ്ഞു അല്ലാഹു തആല ഖാലിഖാണ് എന്നുള്ളതും നമുക്ക് പ്രമാണപരമായിട്ടും അതുപോലെ തന്നെ ഏതായിട്ടും ബുദ്ധിപരമായിട്ടും തെളിയിക്കാൻ സാധിക്കും. അല്ലാഹു തആല ഖാലിഖാവണമെന്നുണ്ടോ? അത് സാധിക്കും. ഖാലിഖ് എന്നുള്ളത് ബുദ്ധിപരമായിട്ടും പിന്നെ അതുപോലെ തന്നെ പ്രാമാണികപരമായിട്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അല്ലേ? അല്ലാഹു തആല ഖാലിഖാണ് എന്ന് ഖുർആനിലുണ്ട്, പ്രമാണത്തിലുണ്ട്, പ്രാമാണികമായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റും. എന്നാൽ ബുദ്ധിപരമായിട്ട് അല്ലാഹു തആല ഖാലിഖാണ് എന്ന് ബുദ്ധി പറയുന്നുണ്ടോ? അല്ലാഹു തആല ഖാലിഖാവണമെന്ന് പറയുന്നുണ്ടോ? നിങ്ങൾ പറയും അല്ലാഹു തആല എല്ലാം സൃഷ്ടിക്കുന്നവനാവണം എന്നുള്ളത് നമ്മൾ ബുദ്ധി പറയുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾ പറഞ്ഞോളൂ. അല്ലാഹു തആല ഖാലിഖാവണമെന്ന് ബുദ്ധിക്ക് വല്ല നിർബന്ധമുണ്ടോ? ഖാലിഖാവാതെ അല്ലാഹു തആല ഉണ്ടായിക്കൂടെ? അതെ, ഈ അഭിപ്രായ വ്യത്യാസം വന്ന് ഞാൻ പറയുന്നു അല്ലാഹു തആലക്ക് എന്ത് പിന്നെ എത്ര സിഫത്തുണ്ട് സുഹൃത്തുക്കളെ? ഞാൻ ഇപ്പം ഇതിന് മറുപടി എല്ലാവരും മറുപടി എഴുതി കേൾക്കുന്ന ആളുകളൊക്കെ മറുപടി ഉണ്ട് എന്നെങ്കിൽ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവൻ സൃഷ്ടിക്കുന്നവനാവണം എന്ന് ബുദ്ധിപരമായിട്ട് അതിൽ തേട്ടമുണ്ടോ ഇല്ലയോ എന്റെ ചോദ്യമാണ്. അതിന് ആദ്യം മറുപടി എഴുതേണ്ടത്. അല്ലാഹു തആല ഉള്ളവനാണ് എന്നുള്ളത് കൊണ്ട് അവൻ സൃഷ്ടാവ് ആവണം എന്നുള്ളത് ബുദ്ധിപരമായിട്ട് നിർബന്ധമുണ്ടോ ഇല്ലയോ? എല്ലാവരും മറുപടി എഴുതി. ഉണ്ട്, ഇല്ല, ഉണ്ട്. അതെ. അപ്പൊ രണ്ട് മറുപടിയാണ്. ഉണ്ട് എന്ന് ചില ആളുകൾ, ഇല്ല എന്ന് ചില ആളുകൾ. ഇത് ഞാൻ പറയട്ടെ, ഇപ്പൊ ഞങ്ങളെ സംബന്ധിപ്പിച്ച് തരാം. അറിയില്ല എന്ന് പറയുന്നത് അതൊരു തവക്കുഫ്, അങ്ങനെ ഒരു വകുപ്പും കിടക്കട്ടെ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു തആലക്ക് എത്ര സിഫത്തുണ്ട്? അല്ലാഹു തആലക്ക് മൊത്ത സിഫത്ത് എത്ര? 20 40 41 അല്ലേ? 20 സിഫത്ത് അല്ലാഹു തആലക്ക് നിർബന്ധമായത്. അല്ലാഹു തആലക്ക് 20 സിഫത്ത് നിർബന്ധമായത്. 20 കാര്യം അല്ലാഹു തആലക്ക് പാടില്ലാത്തത്. ഒരു കാര്യം എന്താണ്? ജായിസ് ആയത്, അല്ലേ? എന്തായി ജായിസ് ആ ഒരു സിഫത്ത് ഉണ്ടെന്ന് പറയുന്നത് മനസ്സിലാക്കിയത് എന്താ? ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും പറ്റുന്നതിനെ ഉണ്ടാക്കാനും അതിനെ ഇല്ലാതാക്കാനും അല്ലാഹു തആലക്ക് അനുവദനീയമാണ് എന്നാണ് പഠിച്ചത് ഒരു സിഫത്ത്. അപ്പം ഈ ഭൂമി, ഈ ലോകത്തെ പടക്കുക എന്നുള്ളത് ഉണ്ടാവുന്ന നിർബന്ധമായ കാര്യമാണോ? അല്ലേ? ലോകത്തിനെ പടക്കുക എന്നുള്ള അല്ലാഹു തആലക്ക് 20 സിഫത്ത് പെട്ടതാണോ? അല്ലെങ്കിൽ വാജിബ സിഫത്ത് പെട്ടതാണോ? അല്ലെങ്കിൽ മുസ്തഹില സിഫത്ത് പെട്ടതാണോ? ജായിസ സിഫത്ത് പെട്ടതാണോ? നിങ്ങൾ എണ്ണം മാത്രം എണ്ണിയാൽ മതി. ജായിസ്, അല്ലേ? ജായിസാണ്. അല്ലാഹു തആലക്ക് ഈ ലോകത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് ജായിസ് ആ സിഫത്തിൽ മാത്രം പെട്ടതാ, അല്ലാഹു തആലക്ക് നിർബന്ധമല്ല. അപ്പൊ അതെന്തുണ്ടല്ല? ബുദ്ധിപരമായ നിലയ്ക്ക് എന്താ മുംകിനല്ലേ? മുംകിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടാവുകയും ചെയ്യാം, ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഭാവിയിൽ പൈലറ്റ് ഇല്ലാതെ പറക്കുന്ന ഓരോരോ നിശ്ചിത രാജ്യങ്ങളിൽ ആളുകളുടെ എണ്ണമൊക്കെ മനസ്സിലാക്കി നോക്കിയിട്ട് ആളുകളെ യാത്രക്കാർ ഇറക്കുന്ന കൃത്യസമയത്തിനാണ് ഉയർന്നു പൊങ്ങുന്ന ഓരോ രാജ്യങ്ങളിലും സ്വയം ആ നിലക്ക് പ്രവർത്തിക്കുന്ന ഒന്നിന്റെയും ആവശ്യമില്ലാത്ത എല്ലാ സംവിധാനങ്ങളും ഉള്ളതായിരിക്കുന്ന ഒരു പ്ലെയിൻ, ഒരു വിമാനം ഭാവിയിൽ ഉണ്ടാവുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടാവുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, ഉണ്ടാവാം, അല്ലേ? പക്ഷെ ഉണ്ടാവണം നിർബന്ധമുണ്ടോ? നിർബന്ധമൊന്നുമില്ല. ബുദ്ധി നിർബന്ധം ഉണ്ടാവുകയും ചെയ്യാം, ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം. നമുക്ക് അതിന് ബുദ്ധിപരമായിട്ട് നോക്കുമ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല, ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ മുംകിനാണത്. അപ്പൊ അല്ലാഹു തആല അവന്റെ സിഫത്തിൽപ്പെട്ട ഒരു സിഫത്താണ്, ഒരു ജായിസ് സിഫത്താണ്. അവന് മുംകിൻ ആ കാര്യം ചെയ്യുകയും ചെയ്യാം, ചെയ്യാതിരിക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ പടക്കുന്നതിന് മുമ്പ് അല്ലാഹു തആലക്ക് ഭൂമിയെ പടക്കുകയും ചെയ്യാമായിരുന്നു, പടക്കാതിരിക്കുകയും ചെയ്യാമായിരുന്നു, അല്ലേ? പക്ഷെ അല്ലാഹു തആല എന്തുദ്ദേശിച്ച് പടക്കണമെന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് അല്ലാഹു തആല അവന്റെ പ്രവർത്തനം ഉണ്ടായി. ഉണ്ട്. ഇപ്പോൾ ദുബായിൽ മെട്രോ ട്രെയിൻ ഇപ്പോൾ തന്നെ ഉണ്ട്, ശരിയാണ്. അപ്പൊ ഉണ്ടായതുകൊണ്ട് പക്ഷേ ഒരു 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് അത് ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഇല്ലാത്ത ഒന്ന് വസ്തു ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മുംകിനാണ്. ഇപ്പോൾ അത് ഹാദിസാണ്. ഉണ്ടായി കഴിഞ്ഞല്ലോ. ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു വസ്തു ഉണ്ടാവുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചാണ് നമ്മൾ മുംകിൻ എന്ന് പറയുന്നത്, കേട്ടോ. മുംകിൻ എന്ന് പറയുന്നത് അറിയോ?
മുംകിൻ എന്ന് പറയുന്നത് ആ വസ്തു ഉണ്ടാവുന്നതിന് മുമ്പ് ഉണ്ടാവാനും പറ്റും ഉണ്ടാവാതിരിക്കാൻ പറ്റും. അപ്പോൾ ആ ഉള്ള അവസ്ഥക്കാണ് മുംകിൻ എന്ന് പറയാം. അപ്പോൾ അള്ളാഹു തആലക്ക് മുംകിനായ ഒരു സിഫത്തുണ്ട്. അതായത് മുംകിനായ സംഗതിയെ ഉണ്ടാക്കുകയും ചെയ്യാം ഇല്ലാതാക്കുകയും ചെയ്യാം. അപ്പോൾ അള്ളാഹു തആല ഖാലിഖാണ് എന്നുള്ളത് അവന് ജായിസ സിഫത്ത് മാത്രമാണ്. ജായിസ സിഫത്ത് മാത്രം. പ്രവാചകന്മാരെ നിയോഗിക്കുക എന്നുള്ളത് ജായിസ സിഫത്ത് മാത്രമാണ്, നിർബന്ധമല്ല. അള്ളാഹു തആലക്ക് ഒരു പ്രവാചകനെയും അയക്കാതെ തന്നെ ഈ ലോകത്തെയും ഈ ലോകത്തുള്ള സർവ്വ ആളുകളെയും അള്ളാഹു തആലക്ക് പടക്കാമായിരുന്നു. പക്ഷെ അള്ളാഹുക്ക് ജായിസാണിത്. അള്ളാഹു തആലക്ക് പ്രവാചകന്മാരെ നിയോഗിക്കൽ നിർബന്ധമാണെന്നുള്ളത് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസമല്ല. ഒക്കെ ജായിസ. പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒരു മനസ്സിലാക്കിക്കോളി. ഒരു കാര്യം നാം ചിന്തിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ യഖീദന്റെ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് 3 വകുപ്പ് നമ്മൾ എന്ത് കഴിയും എന്നുള്ളത് ജായിസാണോ? അതെ. അള്ളാഹു തആലക്ക് കഴിവ് എന്നുള്ളതല്ല, കഴിവുണ്ട്. ഞാൻ ചോദിച്ചതല്ല അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ലോകത്തെ പടക്കാൻ കഴിയുമോ എന്നല്ലല്ലോ ഞാൻ ചോദിച്ചത്. ഷാ 2012 അള്ളാഹു തആലക്ക് ലോകത്തെ പടക്കാൻ കഴിയുകയോ ഇല്ലയോ എന്നല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് എന്താണ്, ഈ ലോകത്തെ പടക്കാൻ അള്ളാഹു തആലക്ക് നിർബന്ധമുണ്ടോ ഇല്ലേ? അള്ളാഹു തആലക്ക് അത് പടക്കാൻ ചെയ്യാൻ സാധിക്കുമോ ഇല്ലേ? സാധിക്കും. അത് ഈ ലോകത്തെ പടക്കുക എന്നുള്ളത് അള്ളാഹു തആലക്ക് നിർബന്ധമുള്ള കാര്യമല്ല, ജായിസാണ്. പടക്കുകയും ചെയ്യാം പടക്കാതിരിക്കുകയും ചെയ്യാം. അത് അപ്പോഴാണ് കഴിവ് വരിക. കുദ്റത്ത് എന്ന് പറയുന്നത് ഒരു സംഗതി ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള ആയിരിക്കുന്ന അവസ്ഥക്കാണ് കഴിവ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഒരു പൊതുവെ ഒരു മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട്. എന്താ? നമ്മുടെ ബുദ്ധി അല്ല എല്ലാത്തിനും മാനദണ്ഡം. ചില കാര്യങ്ങൾ ബുദ്ധിപരമായി ചിന്തിച്ച് നോക്കുമ്പോൾ ബുദ്ധിപരമായിട്ട് ആ കാര്യം ഉണ്ടാവുന്നതിനായി ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ എന്ത് പറയും? ജായിസ് എന്ന് പറയും. ബുദ്ധിപരമായി ചിന്തിച്ച് നോക്കുമ്പോൾ അത് ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറയാണ് ഇപ്പോൾ ഒന്നും കൂട്ടിയാൽ 2.5 ആകുന്നു എന്ന് പറഞ്ഞു. ഉണ്ടാവോ? ബുദ്ധിപരമായിട്ട് ഒന്നും കൂട്ടിയാൽ 2.5 ആവോ? 2.5 ആവില്ല. ഒന്നും കൂട്ടിയാൽ എത്ര ആവുള്ളൂ? 2 ആവുള്ളൂ. ബുദ്ധി അത് അംഗീകരിക്കുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ ഉണ്ടാവാൻ നിർബന്ധമുള്ളത് എന്താണ്? 2 കൂട്ടിയപ്പോൾ 4 എന്നുള്ളത് നിർബന്ധം അങ്ങനെ തന്നെ ആവണം. 3 ആവാൻ പാടില്ല, 5 ആവാൻ പാടില്ല. അത് നിർബന്ധമാണ്. അപ്പോൾ ഒരു കാര്യത്തെ ചിന്തിച്ച് നോക്കുമ്പോൾ ബുദ്ധിപരമായിട്ട് അത് ഉണ്ടാവാൻ പറ്റുമെന്നാണ് ബുദ്ധി പറയുന്നതെങ്കിൽ അതിന് വാജിബ്, ആ കാര്യങ്ങളൊക്കെ അല്ലാഹു തആലക്ക് വാജിബാകുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം ചിന്തിച്ച് നോക്കുമ്പോൾ അത് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ബുദ്ധി പറയുന്നതെങ്കിൽ, തനിച്ച ബുദ്ധി പറയുന്നതെങ്കിൽ, സ്വതന്ത്രമായ ബുദ്ധി പറയുന്നതെങ്കിൽ അത് ഉണ്ടാവാൻ പാടില്ലാത്താകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലാഹു തആല ഏകനാണെന്നുള്ളത്, വഹദാനിയത്ത് എന്ന് പറയുന്ന സിഫത്ത് അല്ലാഹു തആലക്ക് ഉണ്ടാവണമെന്ന് നമ്മുടെ ബുദ്ധിയാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? അല്ലാഹു തആല വഹദാനല്ലെങ്കിൽ, അവൻ ഏകനല്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഭൂമിയുണ്ട്, പ്രപഞ്ചം എല്ലാം ഉണ്ട്. അതുകൊണ്ട് അവൻ ഏകനാണെന്നുള്ള തെളിവാണ്. അവൻ ഏകനാണെന്നുള്ള തെളിവെന്താകുന്നു? ഈ പ്രപഞ്ചമൊക്കെ ഒരു കുഴപ്പമില്ലാതെ കണ്ട് എല്ലാ കാര്യങ്ങളും വ്യവസ്ഥ പോലെ തന്നെ നടക്കുകയാണ്. മനുഷ്യനുണ്ടാക്കിയതായിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യൻ്റെതായ നിർമ്മിതത്തിലൊക്കെ എന്തുണ്ട്? കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മനുഷ്യൻ ഇടപെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അള്ളാഹുവിന്റെ സംവിധാനിച്ചതിൽ മറ്റാർക്കും പങ്കില്ലാത്ത, ഒന്നിനും പങ്കില്ല എങ്കിൽ പോലും ഒരു നിലക്കുമുള്ളതായിരിക്കുന്ന ഒരു കാരണമാവാത്ത പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ അള്ളാഹു എല്ലാം അവന്റെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. അപ്പൊ അള്ളാഹുവിന്റെ വഹദാനിയത്തെ നമുക്ക് എന്ത് അവിടെ നമ്മൾ പറഞ്ഞു വന്നതാണ്. അപ്പൊ ചില തെളിവുകൾ ബുദ്ധിപരമായിട്ടും പ്രാമാണികപരമായിട്ടും നമ്മൾ അവിടെ നിന്നാണ് പോകുന്നത് അല്ലേ? ചില തെളിവുകൾ പ്രാമാണികമായിട്ടും അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ വഹദാനിയത്ത്, അള്ളാഹുവിന്റെ ഖുദ്റത്ത്. ഇതുപോലെ തന്നെ വഹദാനിയത്ത് മാത്രമാക്കണ്ട, ഖുദ്റത്തിന് 7 സിഫത്തുണ്ട് കേട്ടോ. 7 സിഫത്തുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു തആല 7 5 13 സിഫത്ത് മുഴുവൻ നമുക്ക് ബുദ്ധിപരമായിട്ടും പ്രാമാണികപരമായിട്ടും തെളിയിക്കാൻ സാധിക്കും. 7 സിഫത്തിൽ 3 വെച്ച് 10 സിഫത്തുകൾ. അള്ളാഹു തആല സമീ ആകുന്നു, ബസീർ ആകുന്നു, അള്ളാഹു തആല മുത്തക്കല്ലിം ആകുന്നു. ഈ 3 സിഫത്ത് അതിന് തെളിവ് പ്രമാണമല്ല, അതിന് തെളിവ് ബുദ്ധിയല്ല, ബുദ്ധി കൊണ്ട് അത് കിട്ടുന്നില്ല, അതിന് പ്രമാണമാണ് തെളിവ്. നമ്മൾ മനസ്സിലാക്കണം. 20 സിഫത്തിൽ അള്ളാഹുവിന്റെ 20 സിഫത്തിൽ ഈ 3 സിഫത്തുകൾ 6 സിഫത്ത് ഏത്? അള്ളാഹു തആല സമീ ആകുന്നു, അള്ളാഹു തആല ബസീർ ആകുന്നു, അള്ളാഹു തആല മുത്തക്കല്ലിം ആകുന്നു. ഈ 3 സിഫത്തുകൾ അതിന്റെ തെളിവ് അത് സമഈ എന്നാ പറയാ. അതിനെന്താ? ആ തെളിവ് എന്താ പറയാ? സമഈ ആകുന്നു. അത് കേട്ടിട്ട് ഖുർആൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല സമീഉൽ ബസീർ ആണെന്ന് ഖുർആൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. നിർബന്ധമില്ല, ബുദ്ധിപരമായിട്ട് നിർബന്ധമില്ല. നമ്മളിവിടെ പറഞ്ഞല്ലോ അള്ളാഹു തആല ഖാലിഖ് ആവുക എന്നുള്ളത് ബുദ്ധിപരമായിട്ട് നിർബന്ധമുണ്ടോ? ഖാലിഖ് ആവുക എന്നുള്ളത് ബുദ്ധിപരമായിട്ട് നിർബന്ധമില്ല. അള്ളാഹു തആല ഖാലിഖ് ആവാതിരിക്കുകയും ചെയ്യാം. പക്ഷേ പടക്കാനുള്ള കഴിവ് അള്ളാഹു തആലക്ക് ഉണ്ടാവും, നിർബന്ധം. കഴിവ് ഖുദ്റത്ത് അത് നിർബന്ധമാണ്, അത് ബുദ്ധി കൊണ്ട് തന്നെ വേണം. ഖുദ്റത്ത് കഴിവ് എന്ന് വെച്ചാൽ ഖാലിഖ് എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. പടക്കാനുള്ള കഴിവുള്ളവൻ അർത്ഥത്തിനാണെങ്കിൽ ഉറപ്പാണ് അത് അള്ളാഹു തആലക്ക് ഉണ്ടാവും നിർബന്ധ. ബുദ്ധി തന്നെ അത് പറയുന്നുണ്ട്, ബുദ്ധി പറയുന്നുണ്ട്, പ്രമാണം പറയുന്നുണ്ട്. അതേപോലെ അള്ളാഹു തആല പടക്കുന്നവനാവുക എന്നുള്ളത് അത് ബുദ്ധിപരമായിട്ട് നിർബന്ധമല്ല, ജായിസുണ്ടോ? അള്ളാഹു തആല ജായിസായിരിക്കുന്ന ഒരു സിഫത്ത് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? അപ്പം പിന്നെ ചില സിഫത്തുകൾ അള്ളാഹു തആല സംസാരിക്കുന്നവനാണ്, അള്ളാഹു തആല മുത്തക്കല്ലിമാണ് എന്നുള്ള സിഫത്ത് ബുദ്ധിപരമായിട്ട് നമുക്കത് നിർബന്ധമുള്ള കാര്യമില്ല. അള്ളാഹു തആല സംസാരിക്കാതിരുന്നൂടെ സഹോദരന്മാരെ? അള്ളാഹു തആലക്ക് കലാം എന്ന് പറഞ്ഞ സിഫത്ത് ഇല്ലാതിരിക്കുന്ന ഒരു കുഴപ്പമൊന്നുമില്ല. ഇമാം ഗസാലി അതുപോലെ തന്നെ ഇമാം ബാഖിലാനി തുടങ്ങിയതായിരിക്കും നമ്മുടെ അശ്അരി മദ്ഹബിന്റെ വലിയ വലിയ മഹാന്മാരായിരിക്കുന്ന ഉലമാക്കൾ ആ കാര്യം ബുദ്ധിപരമായിട്ട് സമർത്ഥിക്കാൻ കഴിയുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ അശ്അരി മദ്ഹബിൽ മുഅ്തമദായിരിക്കുന്ന അഭിപ്രായം, ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം, ഇതൊന്നും തന്നെ ബുദ്ധിപരമായിട്ട് സമർത്ഥിക്കാൻ നിർബന്ധമല്ല, അത് സമഈയാണ്, പരിശുദ്ധ ഖുർആനിൽ വന്നതുകൊണ്ടാണ്. ഉദാഹരണം പറയാം, പരലോകമുണ്ട് എന്നുള്ളത് ബുദ്ധി ഒരാളെ അള്ളാഹുവിനെ ദോഷിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് നാളെ പരലോകത്ത് ശിക്ഷയുണ്ട് എന്നുള്ളത് ബുദ്ധി തേടുന്നുണ്ടോ? സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന് നാളെ പരലോകത്ത് ശിക്ഷയുണ്ട് അല്ലെങ്കിൽ രക്ഷയുണ്ട് എന്നുള്ളത് ബുദ്ധിപരമായിട്ട് നമുക്ക് നിർബന്ധമുള്ള കാര്യമില്ല. അത് നമുക്ക് തെളിവെന്താണ്? അതിന്റെ തെളിവ് ഖുർആനാണ് അല്ലെ ഹദീസാണ്. ഞാൻ ചോദിക്കട്ടെ, മലക്കുകൾ ഉണ്ടാവണം എന്നുള്ളത് മലക്കുകളുടെ ആസ്തിക്യം അത് ബുദ്ധിപരമായിട്ട് അത് നമുക്ക് ഉണ്ടാവുന്ന നിർബന്ധമാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ പറയും. മലക്കുകളുടെ ആസ്തിക്യം അത് ബുദ്ധിപരമായിട്ട് നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കോ ഇല്ലയോ? ഇല്ല, അത് ബുദ്ധിയല്ല. അത് ജിന്നുകളുണ്ട് എന്നുള്ളത് ബുദ്ധിയല്ല പറയുന്നത്. എന്താ പേര്?
ജിന്നുകളുണ്ട് എന്നുള്ളത് ബുദ്ധിയല്ല, ബുദ്ധി കൊണ്ട് ജിന്നുണ്ടാകുന്നുള്ളത് നമുക്ക് ബുദ്ധി തേടുന്ന കാര്യമല്ല. അതെന്താ തേടുന്നത്? അതിനാണ് ഹിസ്ന ഗൈബി എന്ന് പറയുന്നത്. അതുപോലെ സംഇ എന്ന് പറയും കേട്ടോ, അതിന്റെ പേരാണ് സംഇ. ഖുർആനിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് മലക്കുണ്ടെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ. നമ്മുടെ ബുദ്ധിയല്ല തേടുന്നത്. നേരെ പക്ഷേ അല്ലാഹു തആലക്ക് ഖുദ്റത്ത് ഉണ്ട് എന്നുള്ളത്, അല്ലാഹു തആലക്ക് ഇറാദത്ത് ഉണ്ട് എന്നുള്ളത്, അവൻ ഉദ്ദേശിക്കുന്നവനാണ്, അവൻ അറിവുള്ളവനാണ്, അവൻ ഹയാത്തുള്ളവനാണ്, അവന് പിന്നെ അതുപോലെ തന്നെ ഇത്രയും തുടങ്ങിയതായിരിക്കുന്നു, അവൻ ഉള്ളവനാകുന്നു, തുടങ്ങിയതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ബുദ്ധി തന്നെയാണ് അവർ പറയുന്നത്. അതേ അവസ്ഥ അല്ലാഹു തആല കേൾക്കുന്നവനാണ്, അല്ലാഹു തആല കാണുന്നവനാണ് എന്നുള്ളത് നിർബന്ധമല്ല. പക്ഷേ അറിവുള്ളവനാണെന്നുള്ളത് നിർബന്ധം, ബുദ്ധിപരമായിട്ട് നിർബന്ധമാണ്. എല്ലാം കാണുന്നവനാണെന്ന് ബുദ്ധിപരമായിട്ട് സമർത്ഥിക്കാൻ കഴിയില്ല. അതിന്റെ തെളിവ് എന്താകുന്നു? സംഇയാകുന്നു. ഇതുപോലെ ജിന്നുണ്ട് എന്നുള്ള എന്ത് തെളിവ്? ബുദ്ധിയല്ല, അക്കലല്ലത്. അത് എന്താകുന്നു? നഖല് അഥവാ പ്രമാണമാകുന്നു. മലക്കുണ്ട് എന്നുള്ളത്. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, പിന്നെ നിസ്കാരത്തിന് 14 ഫർള് ഉണ്ടാവണമെന്നുള്ളത് ബുദ്ധിപരമായിട്ടുള്ള നേട്ടമാണോ സുഹൃത്തുക്കളെ? ബുദ്ധിപരമായിട്ട് നമുക്ക് നിസ്കാരത്തിന് 14 ഫർള് ഉണ്ടാവണമെന്ന് തെളിയിക്കാൻ പറ്റുമോ? സാധിക്കോ? നിസ്കാരത്തിന് 14 ഫർള് വേണമെന്നുള്ളത് ബുദ്ധിപരമായിട്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കും? ബുദ്ധിപരമായിട്ട് സാധിക്കൂല. എന്തുകൊണ്ട് 15 ആയിക്കൂടെ? അല്ലെ ഒന്നുമില്ലാതെ നിന്നൂടെ? അത് ഷറഇന്റെ തേട്ടമാണ്. ഷറയിലാണ് അത് ചെയ്യുന്നത്. അത് ഷറ കൊണ്ട് മാത്രം നമുക്ക് പിന്നെ ഈ നിസ്കാരത്തിന് 14 ഫർളുണ്ട്. ളുഹർ നിസ്കാരം 4 ആവണമെന്നുള്ള ബുദ്ധി തോന്നുന്നുണ്ടോ? ളുഹർ 4 ആവണമെന്നുള്ളത് അങ്ങനെ ഉണ്ടോ? സുബൈ 2 റക്അത്ത് ആവണമെന്നുള്ള ബുദ്ധി തോന്നുന്നുണ്ടല്ല. അത് ഷറഇ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ചില തെളിവുകൾ പ്രാമാണികമായ നിലക്കും ചില തെളിവുകൾ ബുദ്ധിപരമായ 2 നിലക്കും സ്ഥിരപ്പെടുത്താൻ സാധിക്കും. അക്കരം നിലക്കും നക്കരം നിലക്കും സ്ഥിരപ്പെടുത്താൻ സാധിക്കും. ചില കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് മാത്രമേ നമുക്ക് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. ചില തെളിവുകൾ പ്രമാണത്തിലൂടെ മാത്രമേ നമുക്ക് തെളിയിക്കാൻ സാധിക്കും. ഇങ്ങനെ 3 ഐറ്റത്തിലുള്ള തെളിവുകളുണ്ട് നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിവിടെ പിന്നെ ഈ അഖീദ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് പിന്നെ പ്രാമാണികമായ നിലക്കും പഠിക്കുക, ബുദ്ധിപരമായ നിലക്കും പിന്നെ ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കുക എന്നുള്ള ആ ലക്ഷ്യമാണ് അഖീദ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഖീദ എന്ന് പറയാൻ തരം ജസ്മ് വേണം. എന്തെങ്കിലും ഒരു ഊഹനെ പോലെ അള്ളാഹു ഉണ്ടോ, അള്ളാഹു തആല അലീമാണോ, അള്ളാഹു തആല ഖുദ്റത്തുണ്ടോ, അള്ളാഹു തആല ഹയാത്തുണ്ടോ, അങ്ങനെ സംശയിക്കാനേ പാടില്ല. അത് ആ സംശയിക്കാൻ പാടില്ല എന്ന് ഉറപ്പുണ്ടാകുന്നത് മാത്രമല്ല, ഉറപ്പ് എന്തായിരിക്കും വേണം? യഥാർത്ഥത്തിനോട് യോജിക്കണം, സത്യത്തിനോട് യോജിക്കണം. എന്താ നമ്മൾ സത്യത്തിനുള്ള മാനദണ്ഡം പറഞ്ഞത്? ഒരു കാര്യം സത്യത്തിനോട് യാഥാർത്ഥ്യമായി യോജിക്കാൻ നമ്മൾ മാനദണ്ഡം അത് മറന്നാൻ പാടില്ല. എന്താ ഇത് മാനദണ്ഡം എന്തായിരുന്നു സുഹൃത്തുക്കളെ? അടിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലൊക്കെ പറഞ്ഞത് എന്താണ്? ഒരു കാര്യം സത്യത്തിനോട് യാഥാർത്ഥ്യമായിട്ട് യോജിച്ചിട്ടുണ്ട് എന്നുള്ളതിനോട് മാനദണ്ഡം നമുക്ക് പിന്നെ വലിയ പണക്കാർ പറയുന്നതാണോ, അല്ലെ ഒരു നാട്ടിലെ രാജാവ് പറഞ്ഞാൽ സത്യത്തിനോട് യോജിച്ചതാണോ? അങ്ങനെ ചില പിന്നെ ഫലസഫക്കാർക്ക് വാദമുണ്ട്. ശക്തവാന്മാർ ചെയ്യുന്ന, ശക്തിയുള്ളവൻ ചെയ്യുന്നതാണ് നീതി എന്നാണ് അവരുടെ വെപ്പ്. ശക്തിയുള്ളവർ, ബലഹീനന്മാർ ചെയ്യുന്നതൊന്നും നീതിയല്ല, ശക്തവാന്മാർ ചെയ്യുന്നത്. ആ നീതിക്ക് അവരുടെ മാനദണ്ഡം വേറെയാണ്. ഇതുപോലെ മാനദണ്ഡങ്ങൾ വ്യത്യാസമുണ്ടാവും. നമ്മുടെ പിന്നെ വിഷയത്തിൽ എന്താ? ഒരു കാര്യം യാഥാർത്ഥ്യത്തിനോട് യോജിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തിനോട് യോജിക്കലാകുന്നു? എന്തിനോട് യോജിക്കലാകുന്നു? പറയൂ, അടിക്കും. നമുക്കൊരു മാനദണ്ഡം, നമ്മൾ അറിയേണ്ട ഒരു മാനദണ്ഡമുണ്ട്. യഥാർത്ഥത്തിനോട് യോജിക്കുക എന്നുള്ളത് എന്താണ് ഇതിന്റെ അർത്ഥം? ബുദ്ധിയോട് യോജിക്കുക എന്നുള്ളതാണോ? ഇവിടെ നിരീശ്വരവാദികൾക്കും പിന്നെ അവരെന്തുകൊണ്ട് യോജിച്ചില്ല? അവർക്ക് ബുദ്ധി ഇല്ലെന്ന് പറയും. ബുദ്ധി ഇല്ലാന്ന് പറയാൻ പറ്റും? ഭ്രാന്തമാരാണ് അവർ? അവർ ബുദ്ധിജീവികളെന്ന് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ബുദ്ധി ഇല്ല വേറെ കാര്യം, പക്ഷെ ബുദ്ധി ഉണ്ടല്ലോ അവർക്ക്. ഭ്രാന്തമാരല്ല. അപ്പോൾ നമ്മുടെ മാനദണ്ഡം, ഒരു കാര്യം യാഥാർത്ഥ്യത്തിനോട് യോജിച്ചോ ഇല്ലെന്നുള്ള നമ്മുടെ മാനദണ്ഡം. മുസ്ലിമുകളാണ് നമ്മളെ സമയത്തുകൊണ്ട് നമ്മുടെ മാനദണ്ഡം എന്താ? അള്ളാഹുവിന്റെ അറിവാകുന്നു, അള്ളാഹുവിന്റെ ഇൽമ്. ചിലർ പറയുന്നു ലൗഹുൽ മഹ്ഫൂദിനോട് എന്നാ, ചിലർ പറയുന്നത് ലൗഹുൽ മഹ്ഫൂദിനോട് യോജിക്കാന്നുള്ളത്. അതിൽ കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അല്ലേ? പക്ഷെ അതിനേക്കാളും ഏറ്റവും പിന്നെ നല്ല ഒരു മറുപടി എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ഇൽമിനോട് യോജിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആലിമാണെന്ന് അള്ളാഹു തആലക്ക് അറിവുണ്ട്. അള്ളാഹു തആല ആലിമാണെന്നുള്ളത് ഇൽമു അള്ളാഹു തആലക്കുണ്ട്. അള്ളാഹു തആല ഖാലിഖാണെന്നുള്ളത് ഇൽമു അള്ളാഹു തആലക്കുണ്ട്. അള്ളാഹു തആല അതുപോലെ തന്നെ അവന് ഇറാദത്ത് എന്ന് പറയുന്ന മുരീദാണ് എന്നുള്ളതും അള്ളാഹു തആലക്ക് അറിയാം. അള്ളാഹു തആലക്ക് മുതകല്ലിമാണ് അള്ളാഹു തആലക്ക് അറിയാം. അപ്പോൾ നമ്മുടെ വിശ്വാസം അള്ളാഹു തആല ആലിമാകുന്നു എന്നുള്ള വിശ്വാസം അത് യാഥാർത്ഥ്യത്തിനോട് യോജിച്ച് എന്ന് നമുക്ക് പറയണമെങ്കിൽ എന്താ? അള്ളാഹുവിന്റെ അറിവിനോട് യോജിക്കണം. അള്ളാഹുവിന്റെ അറിവ് എന്താണ്? അള്ളാഹു ആലിമാണ്, അള്ളാഹുക്ക് അറിയാം. അള്ളാഹു തആലക്ക് എല്ലാം കൈവുള്ളവനാണ്, അള്ളാഹു തആല ഖാദിറാണെന്ന് അള്ളാഹു തആലക്ക് അറിയാം. അപ്പോൾ അള്ളാഹുവിന്റെ അറിവിനോട് നമ്മുടെ അറിവ് യോജിച്ചാൽ അത് യഥാർത്ഥത്തിനോട് യോജിച്ചു. അപ്പോഴാണ് അത് യഥാർത്ഥത്തിനോട് യോജിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ പിന്നെ നമ്മുടെ വിശ്വാസം എന്തായിരിക്കണം? ഉറച്ചതായിരിക്കണം. ആ ഉറച്ചതിന് പുറമെ അത് യാഥാർത്ഥ്യത്തിനോട്, അതായത് ഉറച്ച വിശ്വാസം എന്ന് പറഞ്ഞാൽ പകുതി എന്ന് പറയുന്ന 50% ഉറപ്പുണ്ട്, 50% ഉറപ്പില്ല. അതിന്റെ പേരെന്താണ്? ലന്ന്. അതിന്റെ പേരെന്താണ്? ലന്ന് എന്നാ പറയാം. 50% പിന്നെ ഒരു 75% ഉറപ്പുണ്ട്, 25% അല്ല ലന്നല്ല കേട്ടോ, അത് പയച്ചു. 50% പിന്നെ ഉണ്ട് എന്നും 50% ഇല്ല എന്നാണെങ്കിൽ അതിന് ഷെക്ക് എന്ന് പറയാം കേട്ടോ. ഷെക്ക് എന്ന് പറയുന്നതിനാണ് 50% ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്, അതേ അവസ്ഥ 50% ഇല്ലാന്ന് തോന്നുന്നുണ്ട്, അതിന് ഷെക്ക് എന്ന് പറയും. 75% ഉണ്ട് എന്നും 25% ഇല്ലാന്നാണെങ്കിൽ അതിന് ലന്ന് എന്ന് പറയും. മനസ്സിലായില്ലേ? 100ക്ക് 100%, 75 അങ്ങോട്ട് വിട്ടാൽ 100 വരെ അതിന് നമ്മൾ യഖീൻ എന്ന് പറയാം, ഇൽമു എന്ന് പറയുന്നത്. മനസ്സിലായി? ജസ്മ് ഇൽമു എന്നൊക്കെ പറഞ്ഞത് ഇതിനാണ്. അള്ളാഹ് പറഞ്ഞെന്താണ്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഫഅലം എന്താ? അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ അദ്ദാ ചെല്ലുമ്പോൾ ഫഅലം അന്നഹു, എന്താ ഫഅലം അന്നഹു എന്ന് പറഞ്ഞാൽ? ഫഅലം അന്നഹു അത് പറഞ്ഞാൽ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലണം എന്നാണ്. ഫഅലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പ് വേണം. ഫഅലം അന്നഹു, തീർച്ചയായിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ കണ്ട് ഇലാഹില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പിക്കണം, ഉറപ്പ് വേണം. ലന്ന് പോരാ, ഷെക്ക് പോരാ, വഹ്മു പോരാ.
അപ്പം 75% ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ 25% ഇല്ലെങ്കിൽ ഈ 25% നമ്മൾ എന്താ പറയും? ഇല്ലാത്തതിന് അതിന് വഹ്മ് എന്ന് പറയും. 70% ഇല്ല എന്നാണെങ്കിൽ കൂടുതൽ ഏതിനാണ് അയാൾക്ക് 70% അയാളുടെ വിശ്വാസം ഇല്ല എന്നാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? അതിന് വഹ്മ് എന്ന് പറയും. സാധ്യതയാണ്, മനസ്സിലല്ലേ? ഊഹം മാത്രമേ ഉള്ളൂ. അള്ളാഹിനെ കുറിച്ച് ഒരാൾക്ക് വഹ്മ് മാത്രമേ ഉള്ളൂ, അല്ല ലന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഷെക്ക് മാത്രം. അഫില്ലാഹി ഷെക്കുൻ അത് പറഞ്ഞില്ലേ? അഫില്ലാഹി ഷെക്കുൻ, അള്ളാഹു തആല ഉണ്ടെന്നുണ്ടെങ്കിൽ പോലെ ഒരു നിങ്ങൾ പകുതിയാണോ നിങ്ങൾ വിശ്വാസം ഷെക്കിലാണോ എന്നുള്ള ചോദിക്കുന്നത്? ഫാത്തിർ സമാവാത്തിൽ ആകാശഭൂമിയെ സൃഷ്ടിച്ച ഈ അള്ളാഹു തആല ഉണ്ടെന്ന് നിങ്ങൾ സംശയമുണ്ട്. അഫില്ലാഹി ഷെക്കുൻ, ഷെക്ക് പാടില്ല, ലന്നും പാടില്ല. ഇൻഹും യളുന്നൂന ഇല്ലാ ലന്നൻ, എന്താ അവർ വെറും ഭാവിക്കുന്നവരാണ്. ലന്നും പാടില്ല, പിന്നെ വഹമും പാടില്ല. വഹമു ഊഹം ഉണ്ടല്ലോ, ഊഹം പാടില്ല. 25% ഒക്കെ ഇല്ല എന്നുള്ളതാണ്, മനസ്സിലായില്ലേ? ഇതൊന്നും പാടില്ല. പിന്നെന്താ വേണ്ടത്? ഇൽമ വേണ്ടത്. അല്ലാഹു ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു പറയുന്നു ഫഅലം, നിങ്ങൾ അറിയണം. ഇൽമ വേണം, ഉറപ്പ് വേണം, മനസ്സിലായില്ലേ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളൽ ദിക്ർ അഫ്ളൽ ദിക്ർ അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്, യാതൊരു സംശയമൊന്നുമില്ല. അഫ്ളൽ ദിക്ർ വെച്ചുള്ള ഏറ്റവും പോലീഷായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ പറയുന്നത് അവിടെ നമ്മൾ വിഷയം അതല്ല, ദിക്ർ ഏതാന്നുള്ളതല്ല. എന്ത് ഇൽമു വേണമെന്ന് പറഞ്ഞത്? അള്ളാഹു അല്ലാതെ കണ്ട് ഇലാഹില്ല, ആരാധനക്ക് അർഹത ഉള്ളവനായിട്ട് അള്ളാഹു അല്ലാതെ ഇല്ല എന്നുള്ളതിൽ ഇൽമു ഫഅലം, ഇൽമ വേണ്ടത്. ഷെക്ക് പാടില്ല, വഹ്മ് പാടില്ല, ലന്ന് പാടില്ല, അതൊന്നും തന്നെ ഇൽമല്ല. ഇൽമു എന്ന് പറഞ്ഞാൽ 100% നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം അള്ളാഹുവിന്റെ ആസ്തികത്തെ കുറിച്ചുകൊണ്ടും അവന്റെ സിഫത്തുകളെ കുറിച്ചുകൊണ്ടും. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ അഖീദ കിതാബിൽ യജിബു അലാ കുല്ലി മുകല്ലഫിൻ മാ യജിബു ലില്ലാഹി വമാ യസ്തഹീലു വമാ യജൂസു, അള്ളാഹു തആലക്ക് വാജിബായതും അള്ളാഹു തആലക്ക് മുസ്തഹിലായതും അള്ളാഹു തആലക്ക് ജായിസായത്, അനുവദനീയമായത്, ഉണ്ടാവാൻ പാടില്ലാത്തത്, ഉണ്ടാവും നിർബന്ധമായ കാര്യങ്ങളൊക്കെ അറിയൽ നിർബന്ധമാണ്. അറിയണം. എങ്ങനെ അറിയണം? ബുദ്ധിപരമായിട്ട് തന്നെ നമുക്ക് അറിയണം. അങ്ങനെ അറിയുമ്പോൾ ബുദ്ധിപരമായിട്ട് അറിയേണ്ടത് അങ്ങനെയും കൂടി അറിയാം, ബുദ്ധിപരമായും പ്രമാണപരമായിട്ടും അറിയേണ്ടത് അങ്ങനെ അറിയുക. മലക്കളുണ്ടെന്നും ജിന്നുക്കുണ്ടെന്നുള്ളത് പ്രമാണപരമായിട്ട് അങ്ങനെ വിശ്വസിക്കുക. ഉറപ്പ് നമുക്ക് വേണം. ജസ്മില്ലാത്തവന്റെ കഥ പറയാനില്ല. ജസ്മ ഉണ്ടായാൽ തന്നെ പോരാ, നമ്മുടെ അഖീദ എന്താണ്? ഉറച്ചാൽ പോരാ, തെളിവ് സഹിതമാകുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു ജുംലിയായ ദലീൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുണ്ടായിരിക്കുന്ന, നേരത്തെ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, വനാന്തരങ്ങളിലൂടെ അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മരുഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, ഒട്ടകത്തെ വെച്ച് നടക്കുന്നതായിരിക്കുന്ന ഇടയൻ, ആ ഇടയനോട് ചോദിച്ചപ്പോൾ അവനൊരു മറുപടി ഉണ്ടായിട്ടുണ്ട്. ഇന്റെ റബ്ബിനെ നിനക്ക് എങ്ങനെ മനസ്സിലാക്കിയെന്നുള്ളതിന് അൽ ബഅറു തദുല്ലു അലൽ ബഅർ അൽ അഹ്റു തദുല്ലു അലൽ മസീർ ഫസമാഉ ദാതു ബറാജിൻ വഅർളു ദാതു ഫിജാജിൻ അലാ തദുല്ലാനി അലൽ അലീമിൽ ഖബീർ. ഇത് പറയാൻ തോന്നിയായിരിക്കുന്ന ആ സ്വാഭാവികമായിരിക്കുന്ന ബുദ്ധി അഖ്ൽ തന്നെ നമുക്ക് എല്ലാ വിഷയത്തിലും ഉണ്ടാവണം. എങ്കിലും നമ്മുടെ ഈമാൻ ശരിയാവുള്ളൂ. പിന്നെ ഈ ചുരുങ്ങിയതായ രീതിയിലുള്ള തെളിവ് പോലും നമ്മളില്ലാതെ വെറും അന്ധമായ ഒരാൾ പറഞ്ഞത് കേട്ടു, സമയത്തുന്നാസ യഖൂലൂന ഫആമന്തു, ജനങ്ങൾ പറഞ്ഞത് കേട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് ഒരു തെളിവുമില്ലാതെ അങ്ങനെ വിശ്വസിച്ചു പോന്നാൽ അവന്റെ വിശ്വാസം ശരിയാണോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസമുള്ള ഈമാൻ ആവാൻ പാടില്ല. അതാണ് നമ്മുടെ ഇന്നലത്തെ ക്ലാസ്. അതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള മറ്റൊരു ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് അടുത്ത് വരാനിരിക്കുന്നത്. ഞാനിത്